എല്ലാവർക്കും സിദ്ധവൈദ്യം ചെയ്യേണ്ടെന്ന് പറയും. ആയുർവേദത്തിൽ പറയാറുണ്ട്, അക്രിയായാം ധ്രുവോ മൃത്യു ക്രിയായാം സംശയോ ഭവേത്. ഇതിലിഗോ, വെൺപാട്, വെള്ളക്കുട്ടം, ശ്വേതകുഷ്ഠം. അപ്പോൾ ഈ പേരുകളിൽ അറിയപ്പെടുന്ന രോഗം ആയുർവേദ ദിശയിൽ ഇത് ട്രഡീഷണലി വരുന്നതല്ല. അച്ഛനുള്ളെന്നോ അച്ഛനോ അമ്മയുടെയും ദേഹത്ത് ഫുള്ളുണ്ടെങ്കിലോ അതൊരിക്കലും ഉണ്ടാകുന്ന 10 മക്കളിൽ ഒരാൾക്ക് പോലും അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ പകരത്തില്ല. അങ്ങനെ ഉണ്ടാകുന്നതല്ല ഈ രോഗം. പിന്നെ പലപ്പോഴും അച്ഛനോ അമ്മയോ വെക്കുന്ന ആഹാരമായിരിക്കും, അല്ലെ അമ്മ വയ്ക്കുന്ന ആഹാരമായിരിക്കും കുട്ടികളെല്ലാവരും കഴിക്കുക. അപ്പോൾ ആ ഫുഡ് പാറ്റേൺ ഉള്ള കഴിക്കുന്നവരിൽ ആർക്കെങ്കിലും ഒരു എന്താ പറയുക, ദേഹത്തൊരു ഇമ്മ്യൂണിറ്റിയുടെ കുറവുണ്ടെങ്കിൽ ആ ആൾക്ക് ചിലപ്പോൾ വരാം. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ആക്ച്വലി ചെറിയൊരു കാരണം വരുന്നത് ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പൊള്ളുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മുറിയുക. സാറിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് സാർ ഒന്ന് പറയാമോ? സംസ്കൃതത്തിലൊരു 2 PG എടുത്തിട്ടുണ്ട്. MSc മർമ്മ എന്ന വിഷയത്തിലൊന്നും എടുത്തിട്ടുണ്ട്. BAMS പാസ്സായിട്ടുണ്ട്. പിന്നെ കളരി മർമ്മ ചികിത്സ അത് പഠിച്ചിട്ടുണ്ട്, വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് അഭ്യസനം ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചകർമ്മം മെയിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛനിൽ നിന്നും അതുപോലെ പരമ്പരയായിട്ടും വിഷവൈദ്യവും അതുപോലെ മർമ്മവൈദ്യവും ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പോൾ മെയിനായി ചെയ്തു വരുന്നത് വിറ്റിലിഗോ അഥവാ വെൺപാട് എന്ന രോഗമാണ്. അതാണ് ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി ചെയ്തു വരുന്നത്. നമസ്കാരം, ജാങ്കോ സ്പേസിലേക്ക് സ്വാഗതം. ഞാൻ വർഷ വിജയൻ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരുപാട് രോഗികൾക്ക് തന്റെ അറിവും സേവനവും കൊണ്ട് നിരവധി വർഷങ്ങളായി ആശ്വാസമേകുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടർ AS ശിവപ്രസാദ് എന്നാണ്. നമസ്കാരം സർ. നമസ്കാരം. എന്തുണ്ട് സർ വിശേഷം? സുഖം തന്നെ. സുഖമായിട്ടിരിക്കുന്നു. സാറിന്റെ സ്ഥലം എവിടെയാണ്? ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത തീക്കോയി എന്ന സ്ഥലം, അംബിക ഫാർമസി. ഓക്കെ. ഇതെന്റെ അച്ഛൻ സ്ഥാപിച്ചതാണ്. 1953 സ്ഥാപിച്ചതാണ്. അന്ന് മുതൽ നടന്നു വരുന്നു. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാനാണത് നോക്കി വരുന്നത്. ഓക്കെ. സാറിന്റെ സ്ഥാപനത്തിന്റെ പേരൊന്ന് പറയാമോ? അംബിക ഫാർമസി. അംബിക ആയുർവേദ ഫാർമസി. സർ, നമുക്കറിയാം സാറിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് ആയുർവേദിക് ജേണി. ഓക്കെ, അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആയുർവേദ, സാൻസ്ക്രിറ്റ്, വേദാന്ത, കളരി, മർമ്മ, സിദ്ധവൈദ്യ, അങ്ങനെയുള്ള പഞ്ചകർമ്മ, അങ്ങനെയുള്ള മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള എല്ലാ പാത്സും സാർ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ അങ്ങനെ ഒരു പാത്ത് ഫോളോ ചെയ്യാൻ അറ്റ് ദി സെയിം ടൈം അത് സാറിന് എന്താണ് ഇൻസ്പിറേഷൻ ആയത്? ഇൻഫ്ലുവൻസ് കാരണം ഞാൻ ആ ഒരു പരമ്പരയിൽ ജനിച്ചുകൊണ്ടാവാൻ തോന്നുന്നു. കാര്യം എൻ്റെ അച്ഛനും അപ്പൂപ്പനും അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒക്കെ വൈദ്യ ജീവിതം തുടർന്നവരായിരുന്നു. അച്ഛൻ ആയുർവേദ ഡോക്ടറായിരുന്നു, അപ്പൂപ്പൻ വൈദ്യനാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രസിദ്ധനായൊരു വൈദ്യനാണ്, അച്യുതൻ വൈദ്യൻ. അപ്പോൾ അവരൊക്കെ എല്ലാവിധ ചികിത്സകളും മർമ്മവൈദ്യവും അതുപോലെ രസസിദ്ധ ഔഷധങ്ങളൊക്കെ പ്രയോഗിച്ചിരുന്ന ആളായിരുന്നു. സ്കിൻ ഡിസീസിന് ചികിത്സിച്ചിരുന്നു. അങ്ങനെ പാരമ്പര്യ സിദ്ധ ഔഷധങ്ങളൊക്കെ വെച്ച് ചികിത്സിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ടാവാൻ തോന്നുന്നു. തീർച്ചയായും അതാവണം. ഓക്കെ. അപ്പം സാറിൻ്റെ ഫാമിലി തന്നെ നമുക്കറിയാം ഒരു 23 years ഓഫ് ആൻസിസ്റ്റേഴ്സ് ഉൾപ്പെടെ ആയുർവേദിക് ഫാമിലിയാണ്. സോ ഒരു 23 വർഷത്തോളം പരിചയസമ്പന്നമായ കുടുംബത്തിലാണ് സാർ ജനിച്ച് വളർന്നത് തന്നെ. അപ്പം സാറിൻ്റെ ഫാദറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു ഈ കരിയർ ഒന്ന് ബിൽഡ് ചെയ്യാൻ, ഒന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ? കാര്യം എൻ്റെ അച്ഛൻ ആദ്യം സംസ്കൃതമായിരുന്നു പഠിച്ചിരുന്നത്. അദ്ദേഹം പഴയ സംസ്കൃത ശാസ്ത്രി പാസ്സായിട്ട് വൈദ്യശാസ്ത്രിയും പാസ്സായിരുന്നു. അപ്പോൾ സംസ്കൃതം പഠിച്ചതിന് ശേഷമാണ് ആയുർവേദം അദ്ദേഹം പഠിച്ചിരുന്നത്. ട്രഡീഷണലിയും പഠിച്ചിരുന്നു, അതുപോലെ അക്കാദമിക്കലിയും പഠിച്ചിരുന്നു. അത് പല ഗുരുക്കന്മാരിൽ അദ്ദേഹം അഭ്യസിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അതെന്നെയും സ്വാധീനം ചെലുത്തി. ഞാനും അതുപോലെ ആ ഒരു വഴിയാണ് ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, അങ്ങനെ അച്ഛൻ്റെ പാത പിന്തുടർന്നു അല്ലേ? ഓക്കെ സാർ, അതേപോലെ നമുക്കറിയാം സാറിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുമ്പം തന്നെ ഒരുപാടാണ്. അതായത് ആയുർവേദം പറയുന്നുണ്ട്, അതെ സംസ്കൃതം പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ വേദാന്ത, കളരി, മർമ്മ, ഇങ്ങനെ വിഷവൈദ്യം, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്, സിദ്ധവൈദ്യം വരുന്നുണ്ട്. അപ്പം സാറിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് സാർ ഒന്ന് പറയാമോ? സംസ്കൃതത്തിലൊരു 2 PG എടുത്തിട്ടുണ്ട്. MSc മർമ്മ എന്ന വിഷയത്തിലൊന്നും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ BAMS പാസ്സായിട്ടുണ്ട്. പിന്നെ കളരി മർമ്മ ചികിത്സ അത് പഠിച്ചിട്ടുണ്ട്, വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് അഭ്യസനം ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചകർമ്മം മെയിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛനിൽ നിന്നും അതുപോലെ പരമ്പരയായിട്ടും വിഷവൈദ്യവും അതുപോലെ മർമ്മവൈദ്യവും ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പോൾ മെയിനായി ചെയ്തു വരുന്നത് വിറ്റിലിഗോ അഥവാ വെൺപാട് എന്ന രോഗമാണ്. അതാണ് ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി ചെയ്തു വരുന്നത്. ഓക്കെ സർ. സാറ് ഡോക്ടർ മാത്രമല്ല ഒരു ലെക്ചറർ ആണെന്നും കൂടെ നമുക്കറിയാം. അപ്പം അതിൻ്റെ കുറച്ചൊന്ന് പറയാമോ? സാറിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ആദ്യം സംസ്കൃതം പഠിപ്പിച്ചിരുന്നു. പാലാ രാമകൃഷ്ണ മിഷനിൽ ആണ് സംസ്കൃത കോളേജിലെ വേദാന്ത അധ്യാപകനായിരുന്നു. ഓക്കെ, ഗ്രേറ്റ്. അതിനുശേഷം ആ കാലഘട്ടത്തിൽ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് വൈദ്യന്മാരിൽ നിന്ന് പഠിച്ചിരുന്നു. ഒരു
41 വൈദ്യന്മാരിൽ നിന്ന് പഠിച്ചിരുന്നു. ട്രഡീഷണലി ഉള്ള വൈദ്യന്മാരിൽ നിന്ന് പല രീതിയിൽ സിദ്ധവൈദ്യം, ആയുർവേദം, മർമ്മ, കളരി, വിഷവൈദ്യം, ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ, മാന്ത്രിക വൈദ്യ തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചു വന്നിരുന്നു. അതോടൊപ്പം തന്നെ കോളേജിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചെയ്തു വന്നിരുന്നത്. പിന്നെ അതിനുശേഷമാണ് അവിടുന്ന് കോളേജിൽ നിന്ന് ലീവൊക്കെ എടുത്തിട്ട് ആയുർവേദ കോളേജിൽ പഠിക്കാൻ പോയി. അവിടുന്ന് പഠിച്ചിറങ്ങി. അതിനുശേഷം അവിടെ 2 കൊല്ലം അവിടെ കോളേജിൽ അധ്യാപകനായിരുന്നു. ഫണ്ടമെൻ്റൽസ് ഓഫ് ആയുർവേദം സബ്ജക്റ്റായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ വീട്ടിൽ അച്ഛനെ സഹായിച്ചു വന്നിരുന്നു. അച്ഛൻ്റെ വൈദ്യശാല ഉണ്ടായിരുന്നു. 1952 സ്ഥാപിച്ചതാണ്. അത് അച്ഛനൊരു 68-70 വർഷത്തോളം അച്ഛനെ നടത്തി. അപ്പോൾ അതിനുള്ള ശേഷം ഇപ്പോൾ ഞാനാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നടത്തി വരുന്നത്. അതിനിടയ്ക്ക് പിന്നെ ഞാനൊരു MA സാഖ്യയോഗ അതൊരെണ്ണം പാസ്സായി. പിന്നെ ഒരു സംസ്കൃത കോളേജിൽ ആയുർവേദ അധ്യാപകനായിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 8 വർഷത്തോളം ജോലി ചെയ്തു. ഇപ്പോൾ അത് അവിടുന്ന് മാറിയിട്ട് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള സ്ഥാപനം നടത്തി വരുന്നു. ഓക്കെ, അതൊക്കെയാണ് ചെയ്തു വരുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണല്ലേ സാർ? അതല്ല, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഒരു വൈഡ് ഏരിയ തന്നെ കവർ ചെയ്യുന്നുണ്ട് ശരിക്കും. അതെ, ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലൈഗോ എന്ന് ഇംഗ്ലീഷിൽ പറയും. യെസ്. അപ്പം ഈ അസുഖം, ഈ രോഗം ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണോ, അതോ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡെവലപ്പ് ആവാവുന്ന ഒരു രോഗമാണോ ഈ വിറ്റിലൈഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത്? വിറ്റിലിഗോ, വെൺപാട്, വെള്ളക്കുട്ടം, അതല്ലെങ്കിൽ ശ്വേതകുഷ്ഠം, സംസ്കൃതത്തിൽ കിട്ടിഭം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പേരുകളിൽ അറിയപ്പെടുന്ന രോഗം ആയുർവേദ ദിശയിൽ ഇത് ട്രഡീഷണലി വരുന്നതല്ല. അതായത് സുശ്രുതത്തിലും അതുപോലെ ഡൽഹണ വ്യാഖ്യാനത്തിലും ഒക്കെ പറയാറുണ്ട്, ഇതൊരിക്കലും പരമ്പരയാ വരുന്ന രോഗമല്ല. അച്ഛനുള്ളെന്നോ അച്ഛനോ അമ്മയുടെയും ദേഹത്ത് ഫുള്ളുണ്ടെങ്കിലോ അതൊരിക്കലും ഉണ്ടാകുന്ന 10 മക്കളിൽ ഒരാൾക്ക് പോലും അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ പകരത്തില്ല. അങ്ങനെ ഉണ്ടാകുന്നതല്ല ഈ രോഗം. പിന്നെ പലപ്പോഴും അച്ഛനോ അമ്മയോ വെക്കുന്ന ആഹാരമായിരിക്കും, അല്ലെ അമ്മ വയ്ക്കുന്ന ആഹാരമായിരിക്കും കുട്ടികളെല്ലാവരും കഴിക്കുക. അപ്പോൾ ആ ഫുഡ് പാറ്റേൺ ഉള്ളതിൽ കഴിക്കുന്നവരിൽ ആർക്കെങ്കിലും ഒരു എന്താ പറയുക, ദേഹത്തൊരു ഇമ്മ്യൂണിറ്റിയുടെ കുറവുണ്ടെങ്കിൽ ആ ആൾക്ക് ചിലപ്പോൾ വരാം. അങ്ങനെ വരുന്നതാണ്. അതല്ലാതെ ഇത് അച്ഛനിൽ നിന്നും അമ്മയിലോട്ട് വരുന്നതല്ല. ചിലർ പറയാറുണ്ട് എൻ്റെ ഉമ്മുമ്മാക്കുണ്ടായിരുന്നു എന്ന് പറയും. കാര്യം ഉമ്മുമ്മ വെക്കുന്ന ആഹാരമാണ് അവർ ഫോളോ ചെയ്യുന്നു. അത് ചിലപ്പോൾ വിരുദ്ധാഹാരം എന്ന് പറയും. അതുപോലെ മറ്റൊന്നാണ് അധ്യശനം എന്ന് പറയും. ആഹാരം ഒന്ന് കഴിച്ചതിന് ശേഷം അത് ദഹിക്കുന്നതിന് മുമ്പ് മറ്റാഹാരം കഴിക്കുക. 2, ആ കഴിക്കുന്ന ആഹാരം ആദ്യത്തിൽ നിന്ന് വിരുദ്ധമായിരിക്കുക. അപ്പം നമുക്കറിയാം, പാല് കഴിച്ചിട്ട് ഉടൻ തന്നെ നാരങ്ങ വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ അത് പിരിയും. അതെ, തീർച്ചയായും. പാല് കഴിച്ചിട്ട് ദഹിക്കുന്നതിന് മുമ്പ് തന്നെ സിട്രസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ, മോരോ തൈരോ നാരങ്ങയോ ഇലിമ്പയ്ക്കയോ ചാമ്പയ്ക്ക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ ദഹിക്കുന്നതിന് മുമ്പാണെങ്കിൽ അത് പിരിയും. അത് വയറിനകത്ത് നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്കിന്നിനെ ആശ്രയിച്ച രോഗങ്ങളെ ഉണ്ടാക്കാം. മെയിൻലി വരുന്ന വെള്ളപ്പാണ്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സോറിയാസിനും ഇതുപോലൊരു കോസാണ് വരുന്നത്, കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. ആഹാര വിഹാരാദികളാണ് രോഗാദികൾ എന്ന് പറയും. നമ്മൾ അയാൾ കഴിക്കുന്ന ആഹാരവും അയാൾ കഴിക്കുന്ന പ്രവൃത്തികളുമാണ് രോഗത്തിന്റെ കോസ് എന്ന് ആയുർവേദം അനുശാസിക്കുന്നു. അങ്ങനെയാണ് പ്രധാനമായി പറഞ്ഞു വരുന്നത്. നമുക്കറിയാലോ, ഈ വെള്ളപ്പാണ്ടെന്ന് പറയുമ്പം ആക്ച്വലി നമ്മുടെ എന്താണ് സ്കിന്നിൽ ഉണ്ടാവുന്ന വൈറ്റ് പാച്ചസ് ആണ്, റൈറ്റ്? അപ്പം ഈ വൈറ്റ് പാച്ചസ് ലൈക്ക് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ആക്ച്വലി? അത് ഇതിന്റെ പൂർവ്വ രൂപങ്ങൾ എന്ന് പറയും, പ്രൈമറി സിംറ്റംസ് പറയും. ഈ പ്രൈമറി സിംറ്റംസ് എല്ലാവർക്കും ഒരേപോലെ വരണമെന്നില്ല. ചിലപ്പോൾ ഇത് ചെറിയൊരു കാരണം വരുന്നത് ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പൊള്ളുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മുറിയുക. ആ ഭാഗത്ത് കുറച്ച് ആദ്യം വരുന്ന സ്കിന്നിന് കളർ വ്യത്യാസം ഉണ്ടാവും. കുറച്ച് നാൾ അങ്ങനെ കിടക്കും, അതിനുശേഷം സാധാരണ സ്കിന്നിലേക്ക് വരും. ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ വിറ്റിലിഗോ എന്നുള്ള രോഗമുള്ള ആൾക്കാർക്ക് ഈ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു വെളുത്ത പാടുപോലെ അവശേഷിക്കുകയും അത് ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ ആകുകയും ചിലപ്പോൾ അത് തന്നെ വീണ്ടും വലുതായി അവിടെ നിന്ന് വീണ്ടും കൂടാൻ തുടങ്ങുകയും ചെയ്യും. പിന്നെ വിറ്റിലിഗോ ഉണ്ടാക്കുന്ന വേറെ ഒരുപാട് കോസസ് ഉണ്ട്. പുളിയുള്ള സിട്രസ് ഐറ്റംസ് അധികമായിട്ട് ഉപയോഗിക്കുക, മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് അയാൾ ഉറക്കമില്ലാതിരിക്കുക, ശാരീരികമായ പ്രശ്നങ്ങളാണ്, ടെൻഷൻ കൂടുതലുണ്ടായിരിക്കുക, അതുപോലെ ചില ആഹാരങ്ങൾ, വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, പിന്നെ അയാളുടെ ജീവിതശൈലി അതിന് മാറ്റം ഉണ്ടാവുക. അപ്പോൾ പകലുറങ്ങുക, അതായത് സൂര്യനുള്ള സമയത്താണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്, രാത്രിയാണ് ഉറങ്ങേണ്ടത്, നോർമലായിട്ടൊരെണ്ണം ഉണ്ട് ആയുർവേദം അനുശാസിക്കുന്നത്. അത് നോക്കാതെ രാത്രി നമ്മൾ ആഹാരം കഴിക്കുക, അത് കഴിച്ച ആഹാരം നേരത്തെ ആണെങ്കിൽ പോലും ദഹിക്കുന്നതിന് മുമ്പ് കിടക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഈ വിറ്റിലിഗോ രോഗത്തെ വർദ്ധിപ്പിച്ചേക്കാം. അപ്പോൾ ദേഹത്ത് ഉണ്ടാകുന്നൊരു പിഗ്മെന്റേഷൻ ഉണ്ട്, അത് ഉണ്ടാവത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഡിസീസ് ഉണ്ടാവുന്നത്.
അപ്പം നമ്മൾ ഈ സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗമാണെന്ന് നമുക്ക് ഏകദേശം ഒരു ഊഹം കിട്ടുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം എടുക്കേണ്ട മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മൾ ആ പ്രിലിമിനറി സ്റ്റെപ്സ് ഉണ്ടല്ലോ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള, അതെന്തൊക്കെയായിരിക്കും? ഒന്ന്, അത് എല്ലാവർക്കും ഒരേപോലെ അല്ല. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് തൊട്ട് വലിയൊരു 80-90 വയസ്സുള്ള ആൾക്കാർക്ക് വരെ വന്ന് കാണാറുണ്ട്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഉള്ള പ്രിക്കോഷൻസും വ്യത്യാസമുണ്ട്. ജനറലി പറഞ്ഞാൽ സിട്രസ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. ആയുർവേദ രീതിയിൽ പറഞ്ഞാൽ മത്സ്യം, മാംസം മുതലായ സാധനങ്ങളൊന്നും തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുക. ജീവിതകാലം മുഴുവനായിട്ട് ആയുർവേദം പറയുന്നില്ല. ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇതിനും ഈ പഥ്യത്തിലും വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇതിൽ വേണ്ടത്. പിന്നെ അതുപോലെ ഈ ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ ഒന്ന് തൽക്കാലം അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ ഈ രോഗത്തെ വർദ്ധിപ്പിക്കും, ഈ സിംറ്റംസിനെ കൂട്ടും. ആദ്യം വെളുത്ത ഡോട്ട്സ് ആയിരിക്കും വരുന്നത്. പിന്നെ വീണ്ടും വലിയ വലിയ വെളുത്ത ഡോട്ട്സ് വന്നിട്ട് ഈ ഡോട്ട്സുകൾ ഒന്നിച്ചു ചേരും. പിന്നെ ഏതെങ്കിലും ടൈപ്പുള്ള പോയിസൺ നമ്മുടെ ബോഡി ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയും വരാം. എസ്പെഷ്യലി വരുന്ന ഒരാണ് നമ്മുടെ വൈപ്പർ, അണലി എന്നുള്ള പാമ്പ് കടിക്കുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ചില കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് 3 വർഷത്തിന് ശേഷം ചിലപ്പോൾ വരണം നിർബന്ധമില്ല. പിന്നെ ഒന്നിലധികം മരുന്നുകൾ നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുക, അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും വരാം. ഒന്നുകിൽ ആഹാരമോ അല്ലെങ്കിൽ ഔഷധമാണെങ്കിൽ പോലും അത് വയറിൽ പോയി ദഹിക്കുന്നതിന് മുമ്പ് നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ കഴിക്കുക, ഒരുപാട് മരുന്നുകൾ ഒന്നിച്ച് കഴിക്കുക, അതും ഒരു കാരണമാണ്. ആയുർവേദമാണെങ്കിലും ഹോമിയോ ആണെങ്കിലും നാച്ചുറോപ്പതി ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ സർവേഷാമേവ രോഗാണ നിദാനം കുപിതാമലാഹ എന്ന് വെച്ചാൽ എല്ലാ രോഗങ്ങൾക്കും കോസായിട്ട് കാരണമായിട്ട് പറയുന്നത് അയാളുടെ വയറിലുള്ള കോപിച്ചിരിക്കുന്നതായ മലത്തെയാണ്. പുറത്തേക്ക് പോകേണ്ട ഒന്നെങ്കിൽ പർഗേറ്റീവ് പോകണം, അല്ലെങ്കിൽ MC ചെയ്ത് പോകണം. അങ്ങനെ പോകേണ്ടതിനെ പോകാതെ നിൽക്കുന്നതാണ് മലങ്ങളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ മലങ്ങൾ കോപിച്ചിരിക്കുന്നതാണ് എല്ലാ രോഗത്തിനും കാരണം. അത് ഈ രോഗത്തിനും അങ്ങനെ തന്നെയാണ്. ഓക്കെ സർ, ആക്ച്വലി ലൈക്ക് ആയുർവേദത്തിലൂടെ വെള്ളപ്പാണ്ടെന്ന് പറയുന്ന രോഗം കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ, അതോ അതിന് നമുക്ക് ഒരു സെർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ കൺട്രോൾ ചെയ്യാൻ കഴിയും, അങ്ങനെയാണോ? രണ്ടുമുണ്ട്. ഒന്ന്, അയാൾക്ക് എത്ര നാളായി ഈ രോഗമുണ്ടായിട്ട്, രോഗമുണ്ടായ ആളുടെ വയസ്സ്. 2, രോഗത്തിൻ്റെ പ്രായം. ഒരു 60 വയസ്സുള്ള ആളാണ്, അയാൾക്ക് 10 വയസ്സിലുണ്ടായ രോഗമാണെങ്കിൽ അയാൾക്ക് ഏതാണ്ട് 50 വർഷത്തോളമായ രോഗത്തിൻ്റെ പ്രായം. ആ രോഗം നമുക്ക് ഈസിലി ക്യൂറബിൾ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഏതൊക്കെ സ്ഥലത്ത് വരുന്നു, അത് പഞ്ചപുച്ഛങ്ങൾ എന്നാണ് ആയുർവേദത്തിൽ പറയാറുണ്ട്. പൊതുവെ 2 കാലിൻ്റെ അഗ്രങ്ങൾ, 2 കൈയുടെ അഗ്രങ്ങൾ, അതുപോലെ ചുണ്ട്, ചിലപ്പോൾ പെനീസിലോ അങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊക്കെ വരിക. ഇതൊക്കെ അറ്റ് എ ടൈം ഒരേ സമയത്ത് തന്നെ വരികയാണെങ്കിൽ അതും ചിലപ്പോൾ മാറാൻ ബുദ്ധിമുട്ടാണ്. അസാധ്യമെന്നുമാണ് പറയുന്നെങ്കിലും അതോടൊപ്പം സിദ്ധവൈദ്യം, ആയുർവേദം, നാട്ടുചികിത്സകൾ, പാരമ്പര്യ ചികിത്സകൾ ഇതൊക്കെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളതും മാറാറുണ്ട്. ഈസിലി ക്യൂറബിൾ അല്ല. ഡ്യൂറേഷൻ ഉണ്ട്. പിന്നെ മറ്റൊന്ന്, അയാൾക്ക് എന്തൊക്കെ മറ്റു രോഗങ്ങളുണ്ട്. ഇത് വരുന്ന ആൾക്കാർക്ക് നോർമലി ഒരു 70% ആൾക്കാർക്കും ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ തൈറോയ്ഡ് ഉണ്ടാവും, ചിലപ്പോൾ കൊളസ്ട്രോൾ ഹൈ ആയിട്ട് നിൽക്കുന്ന LDL ഒക്കെ കൂടി നിൽക്കുന്ന ആൾക്കാരാവും. പിന്നെ മറ്റെന്തെങ്കിലും ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടോ, ആയുർവേദമോ അലോപ്പതിയോ ഹോമിയോ ഉപയോഗിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ആളാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രോഗത്തെ ക്യൂർ ചെയ്യാൻ താമസം എടുക്കും. അതാണ് അതിൻ്റെ മറ്റൊരു കാരണം. അതേപോലെ തന്നെ സാറ് പഞ്ചകർമ്മ തെറാപ്പിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പം പഞ്ചകർമ്മ എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ആ വാക്ക് കേട്ടിട്ടുണ്ടാവും, പക്ഷെ എന്താണ് പഞ്ചകർമ്മ എന്നുള്ളത് അത്രയും വ്യക്തമായി അറിയണം എന്നില്ല. അപ്പം പഞ്ചകർമ്മ എന്താണെന്ന് സാറിനൊന്ന് പറയാമോ? അതോടൊപ്പം തന്നെ നമ്മളൊരു പഞ്ചകർമ്മ ചികിത്സ തുടങ്ങുമ്പോൾ അതിൻ്റെ തുടങ്ങുന്ന സ്റ്റെപ്സ് മുതൽ ആ ചികിത്സ കഴിഞ്ഞ് അതിൻ്റെ പരിചരണം വരെയുള്ള കാര്യങ്ങൾ സാറിനൊന്ന് വ്യക്തമാക്കാമോ? ഇത് പ്രധാനമായിട്ടൊരു ശോധന ചികിത്സ എന്നാണ്. ആയുർവേദത്തിൽ 2 തരം ചികിത്സയുണ്ട്, ശോധന ചികിത്സയെന്നും ശമന ചികിത്സയെന്നും. ശോധന ചികിത്സയിൽ അന്തർഗതമാണ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് പഞ്ചകർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ആചാര്യന്മാർക്ക് 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, വാഗ്ഭടൻ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാര്, ചരകൻ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാര്, സുശ്രുതൻ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാർ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചരക പരമ്പരയിലുള്ള ആൾക്കാർ പറയുന്നതാണെന്ന് വെച്ചാൽ വമനം, രചനം, നസ്യം, നിരൂഹം, അനുവാസനം. വമനം എന്ന് വെച്ചാൽ നമുക്ക് MC ചെയ്യുന്ന പറയാം, രചനം എന്ന് വെച്ചാൽ പർഗേറ്റ് ചെയ്യിക്കുക, നസ്യം എന്ന് വെച്ചാൽ മൂക്ക് വഴി ചെയ്യുന്നതാണ്, പൊതുവെ ENT ഡിസീസിനാണ്, ബാക്കി ഫുൾ ബോഡിക്കും ചെയ്യാറുണ്ട്. നിരൂഹം എന്ന് വെച്ചാൽ കഷായവസ്ഥയാണ്. പിന്നെ അന്വാസനം എന്ന് വെച്ചാൽ സ്നേഹവസ്ഥയാണ്. അത് ചില മെഡിക്കേറ്റഡായ ചില
ഔഷധങ്ങളുണ്ട്. അതുണ്ടാക്കിയിട്ട് അതിനെ നമുക്ക് ഏനൽ വഴിയായിട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ടൈപ്പ് ഓഫ് എനിമ എന്ന് വേണേൽ പറയാം. ഓക്കെ. എനിമ അല്ല എങ്കിലും മനസ്സിലാകുന്ന രീതി പെട്ടെന്ന് അങ്ങനെ പറയാം. അത് കഷായം കൊണ്ട് ചെയ്യുന്നുണ്ട്, തൈലം കൊണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ രണ്ടായിട്ടിരിക്കാം. ഇത് എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമില്ല. ദേഹത്ത് ദോഷങ്ങൾ അധികരിച്ച് നിൽക്കുക, എന്നുവെച്ചാൽ രോഗത്തിന്റെ കോസസ് അധികരിച്ച് നിൽക്കുക. അതുപോലെ രോഗി ബലവാനായിരിക്കുക. രോഗിയുടെ ബലവും രോഗത്തിന്റെ ബലവും വർദ്ധിച്ചു നിൽക്കുക എന്ന് ആയുർവേദ ഭാഷയിൽ പറയാം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ രോഗിക്ക് നല്ല ആരോഗ്യമുള്ള ആളായിരിക്കുക. പിന്നെ അയാളുടെ പ്രായവും ഏജ്ഡ് ആവാതിരിക്കുക. ഇങ്ങനെയുള്ള രണ്ടും കൂടെ ചേർന്ന് വരുന്ന സമയത്താണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും അത് ചെയ്യേണ്ട കാര്യമില്ല. ഇനി സുശ്രുതന്റെ അഭിപ്രായത്തിൽ നിന്ന് രക്തമോക്ഷം എന്ന് പറയും, ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയും. നിരൂഹോ വമനം കായ ശിരോരേഖോ അസ്ത്രവിസ്തൃതി എന്നാണ് സുശ്രുതനൊക്കെ പറയാറുള്ളത്. അതായത് സർജറിയുടെ ആൾക്കാരാണ് എന്നാണ് പറയാറുള്ളത്. ധന്വന്തരികൾ എന്ന് പറയും. എനിക്ക് സർജറി ചെയ്യുന്ന ബ്ലഡ് പുറത്തേക്ക് കളയുന്ന ആൾക്കാരാണ്. നമുക്കിപ്പോഴത്തെ ഭാഷ ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയാം. അതിന് രണ്ട് രീതിയിലാണ് പൊതുവെ പറയുന്നത്. ഒന്ന് ജളൂകാവചരണം, ലീച്ച്. ഈ ജലത്തിലുണ്ടാകുന്ന ഒരു തരം അട്ടയുണ്ട്. ആ അട്ട വിഷമില്ലാത്ത ടൈപ്പ് ഉണ്ട്. അതിനെ പിടിച്ചിട്ട് ദേഹത്തിന്റെ ഏത് ഭാഗത്താണോ ഉള്ളത് പ്രാദേശികമായിട്ട് ആ ഭാഗം ഒരു പ്രത്യേക ടൈറ്റ് ചെയ്തിട്ട് അതിന്റെ താഴ്ഭാഗത്ത് ആ അട്ടയെ ഇട്ടിട്ട് ബ്ലഡ് പുറത്തേക്ക് കളയുന്ന, അത് സക്ക് ചെയ്തെടുക്കും. അശുദ്ധമായ രക്തം പുറത്തോട്ട് എടുക്കാനല്ലേ? അതെ, പ്യൂർ അല്ലാത്ത രക്തത്തെ പുറത്തേക്ക് കളയുന്ന രീതിയാണ്. പിന്നെ വേറൊന്നുണ്ട്, കത്തി കൊണ്ട് ഇങ്ങനെ കൊത്തി കളയുന്നുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലാണ് അധികമായിട്ടും ചെയ്തു വരുന്നത്. എന്നാൽ ബാക്കി 4 ഉണ്ട്. നിരൂഹം, വമനം, കായരേഖം, ശിരോരേഖം, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ബാക്കിയുള്ളതായിട്ട് സമാനമാണ്. എക്സ്ട്രാ ഉള്ളതാണ് ബ്ലഡ് ലെറ്റിംഗ് കൂടെ പറയുന്നുണ്ട്. അപ്പൊ അതും ചെയ്യാറുണ്ട്. ഇപ്പോൾ മുമ്പേ പറഞ്ഞ ഈ ചികിത്സാ രീതികളിലൊക്കെ പലപ്പോഴും വളരെ പഴക്കം ചെന്ന രോഗിയാണെങ്കിൽ നമ്മൾ ഈ രക്തമോക്ഷം എന്നുള്ള സാധനം ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ അതിന് പല സാധാരണ ചെയ്യുന്ന പോലെയല്ല, ഈ ശാസ്ത്രത്തിൽ അതിനുള്ള മരുന്നുകൾ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ചെയ്താൽ ഈ രോഗത്തെ മാറ്റാവുന്നതാണ്, പൂർണ്ണമായും മാറ്റാവുന്നതാണ്. പിന്നെ ഒരുപാട് കാലപ്പഴക്കം ചെന്നത് അത് മാറാൻ ബുദ്ധിമുട്ടാണ്. വെച്ചാൽ അയാൾക്ക് വേറെ ഒരുപാട് രോഗങ്ങളുണ്ടായിരിക്കും, അയാളുടെ ഏജും കൂടുതലിരിക്കും. എക്സാമ്പിൾ ഷുഗർ ഉണ്ടാവും. ഒരു 70 കഴിഞ്ഞ ആൾക്കാർ സാമാന്യേന ഇന്ന് കേരളത്തിൽ ഷുഗർ, കൊളസ്ട്രോള്, ഹാർട്ടിന് ചില പ്രോബ്ലംസ്, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, ഇത്രയും മിനിമം ഉണ്ടാവും. വാതരോഗങ്ങൾ, ഈ 5 പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവാം. പ്രായം കൂടുന്തോറും രോഗശമനവും പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ്. ഇതിന് കൊടുക്കുന്ന മരുന്ന് പലപ്പോഴും മറ്റതിന് ചേരാത്തതായിരിക്കും. മാത്രമല്ല ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്ന ഒരു ടൈമും ആയിരിക്കുമല്ലോ ഈ പ്രായം കൂടുന്നവര്. സോ അപ്പം ഇതെല്ലാം ഒരേ സമയത്ത് അല്ലേ കഴിക്കുന്നവർക്ക് അത്രയും എഫക്റ്റീവായി വരണം എന്നില്ല. ഇന്നലെ ഒരു രോഗി വന്നു, അയാൾ 12 ഗുളികയുമായിട്ടാണ് ദിവസവും കഴിക്കുന്നതാണ്. ഹാർട്ടിന്റെ 2 സർജറി കഴിഞ്ഞതാണ്. അപ്പൊ അയാൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന മരുന്നുകൾക്ക് എപ്പോൾ കഴിക്കും സമയമില്ല. വയസ്സ് 65-70 ആയി. മാത്രമല്ല വീട്ടിലെ സാഹചര്യങ്ങൾ നോക്കാനാളില്ല, മക്കൾക്ക് വയ്യായിക, ഒരു മകളുണ്ട്, അതിനും എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, വാർദ്ധക്യത്തിന്റെ അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെ നമുക്ക് മരുന്ന് ചെയ്യാൻ പറ്റും. അയാൾക്ക് വാങ്ങിക്കാനും കഴിക്കാനും, കഴിച്ചാൽ തന്നെ മറ്റു മരുന്നുകളുണ്ട്, എല്ലാ മാസവും കഴിക്കണം. അപ്പൊ അതിന് തന്നെ വലിയ ചെലവാകും. മിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രശ്നം കൂടെയാണിത്. മറ്റൊരുപാട് രോഗങ്ങളുണ്ടാവും. പിന്നെ ആള് ഇനി മദ്യപാനിയാണെങ്കിൽ സിഗരറ്റ്, ബീഡി, ഗഞ്ച, LSD, MDM, മരിജുവാന, ഈ ടൈപ്പ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ താമസമാണ്. ചിലർക്ക് അവർ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ചികിത്സിക്കാനും സമയമെടുക്കും. വാർദ്ധക്യത്തിലേക്ക് വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു 30 കൊല്ലമായിട്ട് ചെയിൻ സ്മോക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളായിരിക്കാം. അയാളെ നമുക്ക് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെയാണ് ക്യൂറബിൾ ആണ്. പിന്നെ ഫുൾ ബോഡി വന്നു കഴിഞ്ഞാൽ മാറ്റാതിരിക്കുന്നതാണ് നല്ലതെന്ന് ട്രഡീഷണലി പറയാറുണ്ട്. വെച്ചാൽ അയാൾക്ക് കുറേ വർഷങ്ങളായിട്ട് ബോഡി ആയുർവേദ ഭാഷയിൽ സാത്മ്യമാകുക എന്ന് പറയും. അയാളുടെ ദേഹത്തിന്റെ പ്രകൃതി തന്നെ ഇങ്ങനെയായി മാറിയിരിക്കുന്നു. അതനുസരിച്ച് തന്നെ അയാളുടെ നമ്മുടെ പുറത്തെ സ്കിൻ മാത്രമല്ല, ഉള്ളിലെ ആന്തരിക അവയവങ്ങളൊക്കെ അതനുസരിച്ച് മാറിയിട്ടുണ്ട്. അതിന്റെ ഘടനയും അതിന്റെ എന്താ പറയുക, ഫിസിയോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ നമുക്ക് വീണ്ടും പഴയ പോലെ മാറ്റിക്കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് സ്പാൻ കുറയും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഫുൾ ബോഡി വന്നു കഴിഞ്ഞാൽ മാറ്റാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ പിന്നെ ആള് പ്രായം കുറവാണ്, മറ്റു രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സ ആരൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്? അതിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ദേഹത്ത് രോഗത്തിന്റെ കാരണങ്ങൾ കൂടുതലായി നിൽക്കുക, രോഗിക്ക് ആരോഗ്യം നന്നായിട്ടുണ്ടായിരിക്കുക,
അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് എടുക്കുന്നത് നല്ലത്. നല്ലത്. പിന്നെ ഒരു രോഗം വന്നിട്ട് കുറേ നാളായി, മറ്റനേകം മരുന്നുകൾ കൊടുത്തിട്ട് ശമിക്കാനുള്ള മരുന്ന് കൊടുത്തിട്ട് മാറാതിരിക്കുന്ന ആൾക്കാർ, ഓക്കെ അവരാണ് ഇതിന് എലിജിബിൾ. ഓക്കെ ഓക്കെ. എല്ലാവർക്കും അത് ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചെയ്യേണ്ട സത്യത്തിൽ ആവശ്യമില്ല. ആവശ്യമില്ല. ഇനി പഞ്ചകർമ്മ ചെയ്യുകയാണെങ്കിൽ ഈ 5 എണ്ണവും എല്ലാവർക്കും ആവശ്യം വരാറില്ല. ചിലപ്പോൾ 2 3 3 ഓക്കെ. അപ്പോൾ ഈ ഇതിന് തന്നെ ഈ പൂർവ്വകർമ്മം, പ്രധാന കർമ്മം, അവരകർമ്മം എന്ന് കർമ്മത്തെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പഞ്ചകർമ്മങ്ങൾ വരുന്ന ഒരാളെ നേരിട്ട് പിടിച്ചങ്ങ് ജയിപ്പിക്കുകയല്ല. ഓക്കെ. അതിനാദ്യം ചെയ്യുന്ന ചില പ്രൈമറി ആയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അനലൈസ് ചെയ്യുക ഫസ്റ്റ്. അയാൾ അതിന് എലിജിബിൾ ആണോ എന്ന് നോക്കുക. ആ എലിജിബിൾ ആണെങ്കിൽ തന്നെ അയാൾക്ക് ആദ്യം ഇതിനു മുമ്പ് ചില സംഗതികൾ ദേഹത്ത് ചെയ്യണം. ആദ്യം ദേഹത്ത് അയാളുടെ വമനമൊക്കെ ആദ്യം വയറ്റിൽ നിന്ന് ശോധനയൊക്കെ ശരിയാക്കുക. അയാളുടെ അഗ്നി മീൻസ് അയാളുടെ ഡൈജസ്റ്റിംഗ് കപ്പാസിറ്റി അതൊന്ന് റെഡിയാക്കുക. ജഠരാഗ്നികളുടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. തൽക്കാലത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റിംഗ് കപ്പാസിറ്റി റെഡിയാക്കുക. ഒരാളുടെ ഡൈജഷൻ റെഡിയായി കഴിഞ്ഞാൽ അയാളുടെ നല്ല വിശപ്പുണ്ടെങ്കിൽ മിക്കവാറും അയാൾക്ക് നല്ല ദഹനവും ഉണ്ടാവും. നല്ല ദഹനം ഉണ്ടെങ്കിൽ അയാൾക്ക് നന്നായിട്ട് തന്നെ ശോധനയും സാമാന്യനും ഉണ്ടാവും. അപ്പോൾ അത് ഇത്രയും 3 കാര്യങ്ങൾ നടക്കണമെങ്കിൽ അയാൾക്ക് മറ്റൊരുപാട് രോഗങ്ങളില്ല നമുക്ക് പെട്ടെന്ന് അനുമാനിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഏതാണ്ട് എത്തിച്ചതിന് ശേഷം വേണം അയാളെ ചെയ്യാൻ. അപ്പം അതിനുവേണ്ടി ആദ്യം പൂർവ്വകർമ്മങ്ങളായിട്ട് ചിലപ്പോൾ ദേഹത്ത് അഭ്യംഗം ചെയ്യുക, എണ്ണതേപ്പ് എന്ന് പറയും. എണ്ണതേപ്പ്. പിന്നെ അതിന് അഭ്യംഗത്തെ തന്നെ ചെയ്യുക. പിന്നെ അതിന് ശേഷം ചില സ്വേദങ്ങൾ ചെയ്യുക, സ്നേഹപ്രവൃത്തി, സ്വേദപ്രവൃത്തി, ചില വിയർപ്പിക്കൽ. അത് ചിലപ്പോൾ സ്റ്റീം ബാത്ത് ആയിരിക്കാം. അതിൽ ചിലപ്പം പത്രപോടല സ്വേദം എന്ന് വെച്ചാൽ ഇലക്കിഴി, അല്ലെങ്കിൽ പിന്നെ ചില ആൾക്കാർക്ക് വേണ്ടി വരും ഞവരക്കിഴി. അത് ദേഹം ക്ഷീണിച്ച ആൾക്കാർ ചിലപ്പോൾ അത് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആദ്യം ചെയ്യുക, സ്നേഹവും സ്വേദവും ഒക്കെ ചെയ്യിക്കുക. അതിനുശേഷം അയാൾ 2-3 ദിവസത്തിന് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് വേണമെങ്കിൽ വമനമോ ചെറുതായിട്ട് വയറ്റിൽ നിന്ന് പോകാനുള്ള പർഗേഷൻ പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ മിക്കവാറും 70% ആൾക്കാരുടെ രോഗവും 75-80% ആൾക്കാരുടെ രോഗവും തന്നെ മാറാറുണ്ട്. എന്നിട്ടും മാറാത്ത ചില ആൾക്കാരുണ്ട്, അവരെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൂർവ്വകർമ്മങ്ങളൊക്കെ അവരെ ചെയ്യുക. അതിനുശേഷം ഈ പഞ്ചകർമ്മങ്ങളിലെ എല്ലാം ചെയ്യണമെന്നില്ല, അയാൾക്കതിൽ ഏതാണ് വേണ്ടത് അത് മാത്രം ചെയ്യുക. അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചല്ലേ? അതെ അതെ. അപ്പോൾ അയാളുടെ ഈ എവിടെയാണ് നിൽക്കുന്നത്, ആമാശയത്തിലാണ് നിൽക്കുന്നെങ്കിൽ മാത്രം ഇതിനെ എമിസ് ചെയ്യുക. ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോ ലാർജ് ഇൻറ്റസ്റ്റൈനിലോ ആണെങ്കിൽ, അതായത് പശ്ചിമാനാശയം പക്വാശയം എന്ന് ആയുർവേദ ഭാഷയിൽ പറയും, അവിടെയാണെങ്കിൽ ഇതിനെ നമുക്ക് പർഗേറ്റ് ചെയ്യാം. ഇനി ചിലപ്പോൾ അയാൾക്ക് ജഠരാഗ്നി വളരെ കുറവാണ്, ജഠരാഗ്നി ഉണ്ട്, പക്ഷേ അയാൾക്ക് പൈത്തിക രോഗങ്ങൾ എന്ന് പറയും. എന്നുവെച്ചാൽ വാദം കൊണ്ടും പിത്തം കൊണ്ടും കഫം കൊണ്ടും ആയുർവേദ ഭാഷയിൽ 3 കാരണങ്ങൾ കൊണ്ട് രോഗം ഉണ്ടാവാം. അപ്പോൾ ഈ ഉണ്ടാകുന്ന രോഗങ്ങൾ പിത്തത്തിൽ അധികരിച്ച് നിൽക്കുന്ന രോഗമാണെങ്കിൽ അയാൾക്ക് നെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. പിത്തം അധികരിച്ചിരിക്കുന്ന ആൾക്കാണെങ്കിൽ അത് സ്നേഹപാനം എന്ന് പറയും. ഉള്ളിൽ നമ്മൾ ആദ്യം 1 സ്പൂൺ നെയ്യൊക്കെയല്ലേ കഴിക്കാറുള്ളൂ, അത് കൂടിയ അളവിൽ കഴിപ്പിക്കുന്നൊരവസ്ഥയുണ്ട്. അത് കഴിപ്പിച്ചതിന് ശേഷം പിന്നെ അതിനുശേഷം അയാളെ ഛർദ്ദിപ്പിക്കുകയൊക്കെ ചിലപ്പോൾ ചെയ്യും, എമിസൊക്കെ ചെയ്യിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വമനക്രിയകളുണ്ട്. അപ്പോൾ അതിന് പൂർവ്വകർമ്മത്തെ സ്നേഹപാനം അനുഷ്ഠിപ്പിക്കണം. സ്നേഹപാനം ചെയ്തതിനു ശേഷം ചില ആൾക്കാർക്ക് വമനം എമിസ് ചെയ്യേണ്ടി വരും. അതാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം വേണം പർഗേഷൻ പോലുള്ള സാധനങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആന്തരികമായിട്ടുള്ള ശുദ്ധി വന്നു കഴിയും. പിന്നെ ആവശ്യമുണ്ടെങ്കിലാണ് വസ്തിക്രമങ്ങളൊക്കെ ചെയ്യുന്നത്. വസ്തി എന്ന് വെച്ചാൽ ഒരു 12-14 ടൈപ്പോളം വസ്തികളുണ്ട്. മാത്രാവസ്തിയുണ്ട്, രാജയാപന വസ്തിയുണ്ട്, കാലവസ്തിയുണ്ട്, കർമ്മവസ്തിയുണ്ട് എന്നിങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വസ്തിക്രമങ്ങളുണ്ട്. ഇതെല്ലാം അയാൾക്ക് വേണ്ടി വരത്തില്ല. അയാൾക്ക് ഏതാണോ വേണ്ടത് അതാണ് അയാൾ ചെയ്യേണ്ടത്. അങ്ങനെ കൊണ്ട് തന്നെ നമുക്ക് ഈ രോഗത്തെ മാറ്റാൻ കഴിയും അയാളുടെ. പിന്നെ വേറൊന്നുണ്ട്, അപുനരാഗമനം. ഒരു രോഗം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അയാൾ വന്നുകൊണ്ടിരിക്കുക. ഒരു രോഗം വന്നാൽ പിന്നെ അത് വരാണ്ടേ ഇരിക്കുക. അതിനുവേണ്ടി ചെയ്യുന്നതാണ് ഈ പഞ്ചകർമ്മ ചികിത്സകൾ. റെക്കറിംഗ് നേച്ചർ മാറാൻ വേണ്ടിയിട്ടല്ലേ? അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ആ രോഗം 2 കൊല്ലം കഴിയുമ്പോൾ പിന്നെയും വന്നു, അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി ആ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ പൂർവ്വകർമ്മം കഴിഞ്ഞു, പ്രധാന കർമ്മം കഴിഞ്ഞു, അതിനുശേഷം ശേഷകർമ്മം എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ലേഹ്യങ്ങളോ ഒക്കെ വേണ്ടതാണെങ്കിൽ ചില മരുന്നുകൾ, കഷായങ്ങളോ അരിഷ്ടമോ ലേഹ്യമോ തൈലമോ ഒക്കെ സേവിപ്പിക്കുകയോ ചെറുതായിട്ട് കഴിപ്പിക്കുകയോ ഒക്കെ ചെയ്യുക. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ളതല്ലേ? ഈ രോഗം പിന്നെ വരാതിരിക്കും. ഇതാണ് പഞ്ചകർമ്മയുടെ ഏതാണ്ട് ഒരു സാരം നോക്കുകയാണെങ്കിൽ ചുരുക്കി വേണേൽ പറയാം. ഇതുപോലെ തന്നെ തമിഴിലൊരു പഞ്ചകർമ്മ പറയാറുണ്ട്. തമിഴ് ശാസ്ത്രത്തിൽ, ദ്രമിഡ ശാസ്ത്രത്തിലൊക്കെ പറയുമ്പോൾ, നമ്മളിവിടെ പറയുമ്പോൾ വമനം, രചനം, നസ്യം, നിരൂഹ, അനുവാസനം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും തമിഴിൻ്റെ പഞ്ചകർമ്മയുടെ വേറൊരു രീതി പറയാറുണ്ട്. അതായത് അപ്പോൾ ഈ സമ്പ്രദായം കേരളത്തിൽ ചെന്നു വ്യത്യാസമുണ്ട്. തിരുമ്മ്, കിഴി, പിഴിച്ചില്, ധാര, തലപൊതിച്ചിൽ എന്നിങ്ങനെ
ഒരു 5 രീതിയിലുള്ള രീതിയിലും തമിഴ്നാട്ടിൽ പഴയ കാലത്തുണ്ടായിരുന്നു. അതും ഒരു പഞ്ചകർമ്മയാണ്. കേരളീയ പഞ്ചകർമ്മയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് കേരളവും തമിഴ്നാടും ആന്ധ്രയും കർണാടകവും ഒക്കെ ആയിട്ട് വളരെ ചേർന്നാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് കേരളീയ പഞ്ചകർമ്മയെ പലപ്പോഴും ഈ തമിഴിൻ്റെ പഞ്ചകർമ്മയുമായിട്ട് ചേർന്ന് വന്നിട്ടാണ് ചെയ്യാറുള്ളത്. രണ്ടും ഒരു മിക്സ് ആയിട്ടാണ് വരുന്നത്. അതായത് തമിഴ്നാട്ടിലെ ദ്രവിഡ വൈദ്യത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചകർമ്മ പൂർവ്വകർമ്മമായിട്ട് പ്രൈമറി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതായിട്ട് ചെയ്തിട്ട് അതിന് ശേഷമായിട്ടാണ് പലപ്പോഴും ഈ പ്രധാന കർമ്മം ചെയ്യുന്ന, അതായത് ഭാരതത്തിന്റെ പ്രധാനമായിട്ടുള്ള പഞ്ചകർമ്മം എന്നുള്ളത് ചെയ്തു വരുന്നത്. അതാണ് കേരളീയ വൈദ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഈ പഞ്ചകർമ്മങ്ങളും ചില രോഗികൾക്ക് ആവശ്യമാണ്, അത് വെള്ളപ്പാണ്ട് രോഗികൾക്കും ആവശ്യമാണ്. സർ, അതേപോലെ തന്നെ സാറ് സിദ്ധവൈദ്യത്തിലും സാറിന് സാറിന്റെ ഒരു കയ്യൊപ്പ് ഉണ്ട്, റൈറ്റ്? അപ്പം സിദ്ധവൈദ്യവും നമ്മുടെ സാധാരണ ആയുർവേദവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നൊന്ന് പറയാമോ? സിദ്ധവൈദ്യം ഞാൻ കോളേജിൽ പഠിച്ചതിനേക്കാൾ ഉപരിയായിട്ട് പലരും ട്രഡീഷണലി പല ഗുരുക്കന്മാരൊന്നും പഠിച്ചു വരുന്നു. പഠിപ്പിച്ചിരുന്ന പല ഗുരുക്കന്മാരും ഇന്ന് പലരുമില്ല, ഇതിൽ ഇപ്പോഴും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് സിദ്ധവൈദ്യവും നാട്ടുവൈദ്യവും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, അവരിന്ന് ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേരിൽ തന്നെ സാധാരണ മരുന്നുകൾ കൊടുത്തിട്ട് ഫലിക്കാണ്ട് വരുമ്പോഴാണ് പലപ്പോഴും ചെയ്യുക. എന്നുവെച്ചാൽ എല്ലാവർക്കും സിദ്ധവൈദ്യം ചെയ്യണ്ടെന്ന് പറയും. ആയുർവേദത്തിൽ പറയാറുണ്ട്, അക്രിയായാം ധ്രുവോ മൃത്യു ക്രിയായാം സംശയോ ഭവേത്. അയാൾക്ക് ഇതൊന്നും കൊടുക്കാണ്ട് മറ്റു മരുന്നുകളും കൊടുത്തിട്ട് അയാളുടെ രോഗം മാറുന്നില്ല. അപ്പോൾ ഒന്നും ഇങ്ങനെ കൊടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ഉറപ്പായിട്ടും മരിച്ചു പോകും. ക്രിയായാം സംശയോ ഭവേത്. ഈ മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ചില പ്രയോഗങ്ങൾ ചെയ്താൽ ചിലപ്പോൾ ജയിക്കാൻ വഴിയുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് പല മരുന്നുകളും കൊടുക്കാറുള്ളത്. പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന രസ, ഗന്ധക, തുത്ത, തുരിശ് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും അത് കൊടുത്തുവിടാം. ആ സ്റ്റേജിലുള്ള അവസ്ഥയിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സർജറി ചെയ്യേണ്ടപ്പോഴും ആയുർവേദം പറയാറുണ്ട്, ഇതേ വാക്ക് തന്നെ പറയാറുണ്ട്, ഇത് ചെയ്ത് മരുന്ന് കൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെടത്തില്ല. ഈ അവസ്ഥയെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ സർജറി ചെയ്യണം. അപ്പോഴും ഇതുപോലെ പറയാറുണ്ട്. ആണല്ലേ? ഓക്കെ. പക്ഷെ ഇപ്പം ഇന്നത്തെ കാലത്ത് സിദ്ധവൈദ്യം ഫോളോ ചെയ്യുന്ന ആൾക്കാർ കുറവാണോ സർ? ശരിക്കും ഉണ്ട്, സിദ്ധവൈദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്, കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രൊപ്പോർഷൻ നോക്കുമ്പോൾ ഒരു ശകലം കുറവായിട്ട് സ്വല്പം കുറവാണ്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ മറ്റൊരു കാരണം, ഇത് പലപ്പോഴും ജെനുവിനായ രീതിയിൽ പലരും ശുദ്ധി ചെയ്യാറില്ല. മെർക്കുറി പോലുള്ള സാധനങ്ങൾ, ഗന്ധകം പോലുള്ള സാധനങ്ങൾ ശരിക്കും ശുദ്ധി ചെയ്യാറില്ല. ശുദ്ധി ചെയ്തില്ലെങ്കിൽ പലപ്പോഴും അത് ലിവറിന് പ്രശ്നം ഉണ്ടാക്കാം, ആന്തരിക അവയവങ്ങൾക്ക് പലതിനും പ്രശ്നം ഉണ്ടാക്കാം. ശരിക്കും ശുദ്ധി വരുത്തുകയാണെങ്കിൽ ദോഷം ഉണ്ടാവില്ല. അപ്പം അതങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ചെയ്യുന്ന ഒരാൾക്കാർ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും ചെയ്യാറുണ്ട്, അതുപോലെ ദക്ഷിണേന്ത്യയിലും ചെയ്യാറുണ്ട്. സാർ, അതേപോലെ തൈറോയ്ഡ് എന്ന് പറയുന്ന രോഗവും ചികിത്സിക്കുന്നതാണല്ലോ. അപ്പം തൈറോയ്ഡ് എൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട്, മുടി കൊഴിച്ചിൽ വരിക, അമിതമായ ക്ഷീണം ഉണ്ടാവുക, ചിലർക്ക് ചിലപ്പോൾ അമിത ഭാരം വരിക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അപ്പം പക്ഷെ അത് കൂടുതലും സ്ത്രീകളിലാണ് തൈറോയ്ഡ് വരുന്നതായിട്ട് നമ്മൾ കാണപ്പെടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതേപോലെ ലക്ഷണങ്ങൾ എന്താണ് സർ? പലപ്പോഴും ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് പറഞ്ഞപ്പോൾ ഇത് മാത്രമല്ല, പിന്നെയും പല കാരണങ്ങൾ വരാം. മറ്റെന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ, തൈറോയ്ഡ് രോഗമുണ്ടെങ്കിൽ ആ രോഗം ക്യൂർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് തൈറോയ്ഡ് രോഗത്തിനുള്ള മരുന്നും കൂടെ കൊടുത്തുകൊണ്ട് ആ രോഗത്തെ ചികിത്സിക്കുകയാണെങ്കിൽ എളുപ്പമൊന്നും മാറും. അതല്ലേ മാറത്തില്ല. അതിപ്പോൾ ഏത് രോഗത്തിനാണെങ്കിലും ട്രഡീഷണലി നമ്മൾ വൈദ്യം പഠിക്കുമ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞു തരും. ഇപ്പോൾ ഒരു പനി വന്നു, തലവേദന വന്നു, ചുമ വന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ സാധാരണ മരുന്ന് മാത്രം കൊടുത്തില്ല. അയാൾക്ക് തൈറോയ്ഡ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നും കൂടെ ചേർത്ത് വേണം പനിയാണെങ്കിലും തലവേദനയാണെങ്കിലും ജ്വരാദികളോ ഏതെങ്കിലും ഉണ്ടെങ്കിലും അയാൾക്ക് കൊടുക്കുവാൻ. അല്ലാതെ കൊടുത്താൽ അത് ഫലിക്കില്ല. സർ, അതിന്റെ ലക്ഷണങ്ങൾ ഒന്ന് പറയാമോ? കുറച്ച് അധികം സിംറ്റംസ് ഒന്ന് പറയാമോ ഈ അനുഭവിക്കുന്ന? അതായത് ഈ പറയും പോലെ മുടി കൊഴിച്ചില്, ശരീരം ഭാരം കുറയുക, ചിലർക്ക് വണ്ണം വെക്കുക, അമിതമായ ഭാരം വരിക, വേറെന്തൊക്കെ ലക്ഷണങ്ങളാണ് സർ? പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, അതിനേക്കാൾ പെട്ടെന്ന് തണുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു മരുന്നിന് നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും കുറയാതിരിക്കുക. അയാൾ ഇപ്പോൾ ഷുഗറിന് ചെയ്യുന്ന ആളായിരിക്കാം, പക്ഷെ അയാൾ ചിലപ്പോൾ ചെയ്യുന്ന ഡോക്ടർ പലപ്പോഴും അത് ഏറ്റവും സ്കിൽഡായ ആളായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അയാളുടെ അടുത്ത് നിന്ന് മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ കുറയാണ്ടിരിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ചിലപ്പോൾ ഈ ഷുഗർ ഉണ്ടെന്ന കാര്യം നോക്കുന്നില്ല. അത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇത് മാറും. അപ്പോൾ ഈ ഒരു രോഗത്ത് മാത്രമേ എല്ലാ രോഗത്തിനെയും, കാര്യം ഈ ഇതുവഴി മേലോട്ടും താഴേക്കും പോകുന്ന എല്ലാ ഭാഗങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. തൈറോയ്ഡ് റീജിയൻ വഴിയാണ്. ഈ ഒരു പാർഷ്യലായിട്ടല്ലേ തൈറോയിഡിന്റെ ഗ്ലാൻഡ് വരുന്നത്? അത് എല്ലാ ഭാഗത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഓർഗൻസിനെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്.
അപ്പോൾ അതും കൂടെ കണ്ടുകൊണ്ട് നമ്മൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ മാറുകയുള്ളൂ. ഇതിന് ആയുർവേദത്തിൽ ഗളകണ്ഠ, അപചി, ഗണ്ഡമാല ഇങ്ങനെ പല രീതിയിൽ അതിന് പറയാറുണ്ടെങ്കിലും ഈ അതുപോലെ ഗണ്ഡവിദ്രതി ഇങ്ങനെ പേരിലൊക്കെ പറയാറുണ്ട്, ഗളവിദ്രതി എന്നൊക്കെ. അതിൻ്റെ കൂടിയായിട്ടുള്ള എൻ്റെ ക്യാൻസർ സ്റ്റേജൊക്കെ വരുമ്പോഴാണ്. അപ്പം അങ്ങനെയുള്ളതും ഉണ്ടാവാറുണ്ട്. അപ്പോൾ വിറ്റ്ലിഗോ ചെയ്യുമ്പോഴാണെങ്കിൽ തൈറോയിഡിന് ചില കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ കൊടുക്കാവുള്ളൂ. വിറ്റ്ലിഗോ മാത്രമല്ല ഏത് രോഗത്തിനാണെങ്കിലും അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ രോഗത്തെ ക്യൂർ ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ട്, ഈസി ആയിരിക്കും അല്ലേ? ഈസി ആയിരിക്കും. സാർ, അത് ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളിൽ കൂടുതലും തൈറോയിഡ് വരുന്നത് സാർ? അത് ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രശ്നങ്ങൾ സപ്രസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ തൈറോയിഡ് ഉണ്ടാകുന്നതിനായിട്ട് ആയുർവേദ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സിനുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തെ ബാധിക്കും, ശരീരത്തിനുണ്ടാകുന്ന മനസ്സിനെയും ബാധിക്കും. ആയുർവേദത്തിലൊരു ഉദാഹരണം ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തത്താജ്യ ഘടയോരിവ എന്ന് വെച്ചാൽ ഒരു പാത്രം, ആ പാത്രത്തെ ശരീരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ നെയ്യ് ഇരിക്കുന്നു. അപ്പോൾ ഉള്ളിലിരിക്കുന്ന നെയ്യ് മനസ്സായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പാത്രം എങ്ങനെയും ചൂടായി കഴിഞ്ഞാൽ നെയ്യ് ചൂടാവും. നെയ്യ് ഏതെങ്കിലും കാരണത്തിൽ ചൂടായി കഴിഞ്ഞാലും പാത്രവും ചൂടാവും. ഇതാണ് മനസ്സും ശരീരത്തെയും കുറിച്ച് ബന്ധത്തെക്കുറിച്ച് ആചാര്യന്മാർ പറയാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഡിസീസിൽ ഷുഗറിനായാലും തൈറോയിഡിനാണെങ്കിലും ഒക്കെ ഇതേ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ മനസ്സിനുള്ള പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവും. ഇപ്പോൾ പലപ്പോഴും സ്ത്രീകൾക്കായിരിക്കും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാർക്ക് അവർക്ക് തൈറോയിഡ് ഉണ്ടാവും. മെജോറിറ്റി അങ്ങനെ തന്നെയാണ്. മെജോറിറ്റി അങ്ങനെയായിരിക്കും. അങ്ങനെയാണ്. 70% ചാൻസ് ഉണ്ട്. ആണ്. ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണങ്ങൾ. അത് ഒരെണ്ണമാണ്. പിന്നെ കോസ്മെറ്റിക്സ് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു കാരണമാവാം, അതൊരു കാരണമാണ്. അപ്പോൾ ഒരു പുരുഷനെ വെച്ച് കൂടുതലായിട്ട് കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന സ്ത്രീകൾ, ലേഡീസ് തന്നെയാണ്. അപ്പോൾ അതും ഒരു കാരണമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാരണമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കറിയാം സാറ് വിഷവൈദ്യവും അതിൻ്റെ ചികിത്സയും സാർ ചെയ്യുന്നുണ്ട്. അപ്പം വിഷവൈദ്യം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്ന, അത് എല്ലാവർക്കും അറിയാം, ഈ പറയും പോലെ തന്നെ ഇപ്പം പാമ്പ് കടിക്കുക, അല്ലെങ്കിൽ ചിലന്തിക്കടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വിഷജന്തുക്കളുടെ കടി കാരണം നമുക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ എല്ലാവരും വിഷവൈദ്യത്തിലേക്ക് പോകുന്നത്, അതിൻ്റെ ചികിത്സ തേടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലരും ഇപ്പം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ പാമ്പ് കടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ കടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മൾ എല്ലാവരും പെട്ടെന്ന് പാനിക്കാവും. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട് പലപ്പോഴും. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ശരിക്കും? ഇപ്പം നമ്മൾ അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാണുവാണെങ്കിൽ? ഒന്ന് പേടിക്കാതിരിക്കുക, അധികം ഓടാതിരിക്കുക, പാമ്പ് കടിച്ചപ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കുക, അധികം ഓടുക, ഒരു നടക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ അത് മരണസാധ്യത പെട്ടെന്നാക്കും. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. ആ കടി കൊണ്ട ഭാഗമാണ് അതിന് മുകളിൽ പറയും ആയുർവേദ ഭാഷ അരിഷ്ടാബന്ധനം എന്ന് പറയും. അതിന് മുകളിലൊരു ചരടോ കയറോ ഇട്ട് മുകളിൽ കെട്ടുക. മുറുക്കല്ല, ഒരു ചെറുതായ, അത്രയും ശ്വാസം മുട്ടിക്കരുത്, അങ്ങനെ കെട്ടുക. എന്നിട്ട് അതിനെ അനക്കാതെ വെക്കുക, വെള്ളം കൊണ്ട് ആ ഭാഗം കഴുകുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ആയുർവേദ ഭാഷയിൽ ചിലത് പറയാറുണ്ട്, ഒന്ന് മഞ്ഞളോ തുളസി ഇലയോ കൂളത്തിൻ്റെ ഇലയോ ഒക്കെ അരച്ച് വെക്കുക. സാധാരണയായിട്ട് വില്ലുവാതി കുടിയെ പോലുള്ള സാധനങ്ങളോ ദൂഷ്യവിഷാരിയോ ഒക്കെ സാധാരണഗതിയിൽ കഴിക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും വർദ്ധിക്കാതിരിക്കും. പിന്നെ അടുത്ത ഒരു ഏറ്റവും നല്ലൊരു വിഷഹാരി എടുത്തോ അല്ലെങ്കിൽ ഡോക്ടറെ എടുത്തോ ചെല്ലുക. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ ആളെ പേടിപ്പിക്കാതിരിക്കുക, ടെൻഷൻ അടിപ്പിക്കാതിരിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. രോഗി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് സാർ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുമ്പം? അതായത് എത്ര നേരത്തിനകത്ത് നമ്മൾ എത്തിച്ചാൽ ഒരു രോഗി രക്ഷപ്പെടുമായിരിക്കും? അതിന് വേണ്ട ഒരു ശുശ്രൂഷ നമ്മൾ കൊടുക്കുന്നത്? അത് കടിക്കുന്ന ചില പാമ്പിനെ, ഇപ്പോൾ കിങ്കോബ്രയാണ് കടിച്ചെങ്കിൽ ഇതൊന്നും ആവശ്യം വരത്തില്ല, പെട്ടെന്ന്. സാധാരണ കോബ്ര വരെയുള്ള, അതായത് വെള്ളിക്കെട്ടൻ, അണലി, ഇങ്ങനെയുള്ള പാമ്പുകൾ കഴിച്ച് ഇഷ്ടംപോലെ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ അച്ഛനുള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം 2 പേരും 3 പേരൊക്കെ പണ്ട് വന്ന ദിവസങ്ങളുണ്ട്. അധികവും വരുന്ന 2 എണ്ണമാണ് വീട്ടിൽ വന്നുകൊടുക്കുന്നത്. ഒന്ന് വെള്ളിക്കെട്ടനും പിന്നെ വൈപ്പർ എന്ന് പറയുന്ന മണ്ഡലി, ചുരുട്ട് മണ്ഡലി, കുഴിയണലി എന്നൊക്കെ പറയുന്നതാണ്. അതാണ് വരാറുള്ളത്. അപ്പോൾ അത് അതിനുള്ള ചികിത്സയും ചെയ്യുക. ട്രഡീഷണൽ ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ചില രോഗികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കരുതെന്ന് പറയും. അതിൻ്റെ ലക്ഷണങ്ങൾ പറയും. എൻ്റെ ഓർമ്മ ശരിയാണ്, കടിച്ചടം തടിക്കലും കറുത്ത ചോര എടുക്കലും തിമിർത്തമൻ ചിരിക്കലും നിരർത്ഥമായി കഥിക്കലും മരിച്ചിടുന്ന നിർണയം കടുത്തതാ മരുന്നിനാൽ ഫലം വരില്ല നിർണയം. അപ്പം അങ്ങനെയുള്ള ചില ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ ആ രോഗി നമ്മൾ എടുക്കരുത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ലക്ഷണങ്ങളുണ്ട്. പിന്നെ ഏത് ഭാഗത്താണ് കടിച്ചത്,
കടി എത്ര ആഴത്തിലുണ്ട്, അയാൾക്ക് ഇപ്പോഴത്തെ അയാളുടെ സ്റ്റേജ് എന്താണ്, സ്പൈനൽ പോയിസൺ ആണോ വന്നിരിക്കുന്നത് അപ്പോൾ എന്നൊക്കെ നോക്കണം. ചില ബ്രെയിന് പോയിസൺ ഉണ്ടാകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണ് വരുന്നത് പെട്ടെന്ന് നോക്കണം. എല്ലാത്തിനും ഒരേ ട്രീറ്റ്മെൻ്റ് ഇല്ല. ഇപ്പോൾ രാജിലം എന്ന് പറയും, വെള്ളിക്കെട്ടൻ, അതിനുള്ള ചികിത്സ മറ്റൊന്നാണ്, വൈപ്പറിനുള്ള ചികിത്സയും മറ്റൊന്നാണ്. അതിന് വിഷക്കല്ലുകളൊക്കെ ഉണ്ട്, വിഷശില എന്ന് പറയും. കല്ലുകൾ ചില പ്രത്യേക മരുന്നുകൾ അരച്ച് കൂട്ടി ഉണ്ടാക്കുന്ന വിഷക്കല്ലുകളാണ്. അതൊക്കെ ആ ഭാഗത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ രോഗം മാറ്റാൻ കഴിയും. ഉള്ളിലും മരുന്ന് കൊടുക്കും. അപ്പം അങ്ങനെ കുറച്ച് നാൾ പഥ്യമൊക്കെ നോക്കേണ്ടി വരും. ഇറച്ചി മീനൊക്കെ ഒന്ന് കുറച്ച് നാൾ നിർത്തേണ്ടി വരും. അങ്ങനെയാണ് അച്ഛൻ ട്രീറ്റ് ചെയ്ത് കണ്ടിരുന്നത് ഓക്കെ ഈ രോഗത്തെ. സാർ, അതേപോലെ തന്നെ ഈ കളരി ചികിത്സ നമുക്കറിയാം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും അത്രയും ഫെമിലിയർ അല്ല. പക്ഷെ കളരി ചികിത്സ എന്നുള്ള വാക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും കളരിയുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സയാണെന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് സാറ് ഒന്ന് വിശദീകരിക്കാമോ? കളരി ചികിത്സ പ്രധാനമായിട്ടും അത് ചെയ്യുന്നത് ഒന്ന് ഈ അഭ്യാസം പഠിക്കുന്ന ആൾക്കാർക്കുള്ള ചില ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇനി വേറൊന്ന്, അതായത് മെയ്വഴക്കം വരാൻ വേണ്ടി ചെയ്യുന്ന മസാജ് പോലുള്ള സാധനങ്ങൾ, ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ അതിനെ കച്ച തിരുമെന്നും പറയും, കച്ചയിട്ട് തിരുമുക. പിന്നെ വേറൊന്നുണ്ട് രക്ഷ തിരുമെന്നുണ്ട് പറയും. രക്ഷ തിരുമെന്ന് വെച്ചാൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ രോഗാവസ്ഥയെ മാറുന്നതിന് വേണ്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് മസാജാണ്. അതാണ് രക്ഷതിരുമെന്ന് പറയും. പിന്നെ മൂന്നാമതുണ്ട് സുഖതിരുമ്പ്. രോഗമൊന്നും വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് സുഖതിരുമ്പ്. അതായത് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ചികിത്സ എടുക്കാം അല്ലേ? അതെ. മസാജ് തന്നെ 3 ടൈപ്പ് ഉണ്ട്: സുഖതിരുമ്പ്, രക്ഷതിരുമ്പ്, കച്ചതിരുമ്പ്. അപ്പൊ സുഖതിരുമ്പ് എന്നുള്ളത് ആർക്കും എടുക്കാവുന്നതാണ്. വലിയ പഥ്യങ്ങളൊന്നും വേണമെന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി ആർക്കും രോഗങ്ങൾ വരാതിരിക്കുക, ഒരു റെജുനേഷൻ ഉണ്ടാവുക, ബോഡിയിലൊരു എന്താ പറയുക എന്തെങ്കിലും ചെറിയ പ്രശ്നം കൊണ്ടേ മാറുക, മൈൻഡിൻ്റെ പ്രശ്നം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ആകുക, ഒന്ന് റിലാക്സ് ആകുക, അതിനൊക്കെ പറ്റും. രക്ഷ തിരുമ്പ് രോഗാവസ്ഥയാണ്. അയാൾ അതിൻ്റെ പഥ്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. കച്ച തിരുമ്പ് രോഗമുള്ള ആളല്ല, സ്വസ്ഥൻ തന്നെ, ആരോഗ്യമുള്ള ആളാണ്. അയാൾക്ക് ഫ്ലെക്സിബിലിറ്റി വേണം. ഓക്കെ. ഇപ്പോൾ ഉദാഹരണമായി കളരിയിൽ സൂചിക്കിരിക്കുക, ഇങ്ങനെ കാല് അവിടെ എവിടേക്കും സ്പ്ലിറ്റ് ചെയ്യുക, അതിൽ മട്ടസൂചി ഇരിക്കുക, നീട്ട സൂചി, ഒരു കാല് മുമ്പോട്ടും ബാക്കോട്ടും സൈഡിലേക്ക് ഇരുത്തുക, പിന്നെ തച്ച് വളയുക, പുറകോട്ട് കുത്തുക, അങ്ങനെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പം കഥകളിയിലാണ് ഇങ്ങനെ ഉഴിച്ചിലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഉഴിച്ചിലാണ് ഈ എന്താ പറയുക കച്ചതിരുമ്മിൽ വരുന്നത്. അങ്ങനെയുള്ള ട്രഡീഷണൽ ആർട്ട് ഫോംസ് ചെയ്യുന്നവർക്ക് കൂടെ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? 3 തിരിക്കാറുണ്ട് ശാസ്ത്രത്തെ. പിന്നെ തിരുമ്പിന്റെ ഓരോ ഘനമുണ്ട്, ഘനം, വേഗം തുടങ്ങിയുണ്ട്. അതിൽ ഉമിഘനം ഒരാളെ തിരുമ്പുമ്പോൾ, പിന്നെ ഒരു ഉമി ദേഹത്ത് വെച്ചിട്ട് അമർത്തുമ്പോൾ ഉള്ള ഘനം, അത്രയും ഘനത്തിൽ തിരുമ്പാവുള്ളൂ. പിന്നെ അതിനുശേഷം ഒരു അരിമണി ഘനം, പയറുമണി ഘനം, പിന്നെ ചില ആൾക്കാർ കടലമണി ഘനമൊക്കെ എടുക്കാറുണ്ട്. എല്ലാവർക്കും പറ്റുന്നതല്ല. പിന്നെ അതിൻ്റെ വേഗം എന്ന് പറയും, അതിൻ്റെ സ്പീഡ്. അതിനെ പഴയ വെച്ചാൽ അട്ട, ആമ, അരണ, ഇത്രയും സ്പീഡിലായിരിക്കുന്നത്. ഒരു അട്ട പോകുന്ന സ്പീഡിൽ, പിന്നെ ഒരു ആമ പോകുന്ന സ്പീഡിൽ, പിന്നെ അരണ വേഗത്തിൽ. ഈ അരണ വേഗത്തിന് പാമ്പിൻ്റെ സ്പീഡും പറയാറുണ്ട് ചില ആചാര്യന്മാർ. അപ്പോൾ ഈ ഘനവും സ്പീഡും വേഗവുമാണ് അറിയേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചികിത്സാ രീതിയാണ് ഇത്. ഒരേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്ത രോഗി മാനസികമായിട്ട് വളരെ ശാന്തമായിരിക്കും. അയാളുടെ രോഗം എന്തായാലും ഒരുപാട് കുറഞ്ഞിരിക്കും. അത് മസാജ് ചെയ്യുന്ന ഒരു കലയാണ്. അത് അറിയുന്നവരടുത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അല്ല എടുത്തു കഴിഞ്ഞാൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ പറയും, പലരും മസാജ് പിടിക്കുമ്പോൾ ഞാൻ 2 തവണ ചെയ്തിട്ടുണ്ട്, 3 തവണ ചെയ്തിട്ടുണ്ട്, എനിക്ക് മസാജ് അറിയാമെന്ന് പറയും. പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചില ഗുരുക്കന്മാർ പറഞ്ഞിരുന്ന ഭാഷ, ഞാനൊരു 70 കൊല്ലമായി തിരുമ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഗുരുക്കന്മാർ എനിക്കുണ്ട്. അവർ പറയും, അവരുടെ അടുത്ത് പറയും, ഞാൻ തിരുമ്പ് പഠിച്ചിട്ടുണ്ട്, പല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, തെക്കൻ വടക്കൻ ശൈലികൾ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയും, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞ 72 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് രാവിലെയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത് അറിയുന്ന ആൾക്കാരും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നുണ്ട് തിരുമ്പിന് അങ്ങനെ കണ്ട്. അതിന് പറയുന്ന രീതി തന്നെ മലയാളത്തിൽ ഉഴിച്ചിൽ എന്നാണ്. ഈ ഉഴിച്ചിൽ എന്ന വാക്കിന് നമ്മൾ പറയാണ്, തലയിൽ ഒഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പിലിട്ടു അയാളുടെ കണ്ണ് ദോഷം മാറാൻ, ദൃഷ്ടിദോഷം മാറാനൊക്കെ. അപ്പൊ അതേ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഒഴിച്ചിൽ എന്നുള്ളത്. ശരീരത്തിന്റെ കാര്യത്തിലും പറയുന്നത്. ഇത് ദേഹത്ത് തൊട്ട് ഒഴിയുന്നതുകൊണ്ട് ദേഹത്ത് തൊടാതെ ഒഴിയുന്ന രീതിയൊക്കെ ഉണ്ട്. ട്രഡീഷണൽ രീതിയിലും പഴയ കണ്ണൂർ ഭാഗത്തൊക്കെ ഈ കിഴിയിടുക എന്നൊക്കെ പറയുന്ന, കിഴിയിടുക എന്ന് വെച്ചാൽ ദേഹത്ത് തൊട്ടിട്ട് ചെയ്യുന്നത്. തിരുമ്പ് പൊതുവെ ഒരു ടച്ച് തെറാപ്പിയാണ്.
അനുസ്പർശ ചികിത്സ എന്ന് പറയും. ഓക്കെ. ചികിത്സയെ പൊതുവെ 3ആയിട്ട് എടുക്കും. ഒന്ന് ദർശനം, കണ്ട് മനസ്സിലാക്കുക. പിന്നെ 2 തൊട്ടറിയുക, നാടി നോക്കുന്നതൊക്കെ അങ്ങനെയാണ്. പിന്നെ പ്രശ്നം, ഇങ്ങനെ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതിലെ ടച്ച് തെറാപ്പിയായാലും ഒന്നാണ്, അന്തർഗതമായിരുന്നാണ് ഈ മസാജ് എന്ന് പറയുന്നത്. ശരിയായ രീതിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ബോഡിയും മൈൻഡും കാമാവും. അപ്പോൾ അങ്ങനെ കാമാക്കാനുള്ള അഭ്യസിപ്പിക്കുന്ന രീതിയാണ് ഈ കച്ചതിരുമ, രക്ഷതിരുമ, സുഖതിരുമൊക്കെ പഠിക്കുക. അത് ഗുരുക്കന്മാരിൽ നിന്ന് ട്രഡീഷണലി പഠിച്ചത് മാത്രമല്ല, നമ്മളത് പ്രാക്ടീസും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്കത് പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ സാർ, അതേപോലെ മർമ്മ ചികിത്സ, ഈ വാക്കുകളൊക്കെ ഇപ്പോൾ നമ്മുടെ മോഡേൺ ജനറേഷൻ, ഇപ്പോഴത്തെ ഒരു യൂത്തിനൊന്നും ഒട്ടും ഫെമിലിയർ അല്ല. മർമ്മ ചികിത്സ ഇങ്ങനെയൊക്കെ പറയുന്നത് മേ ബി നമ്മൾ അത് അത്രയും കാണുന്നില്ല, അതുകൊണ്ടാവാം. അപ്പം അതിനെക്കുറിച്ച് സാർ ഒന്ന് വിശദീകരിക്കാമോ? മർമ്മ ചികിത്സ എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഉള്ളതൊന്ന് പറയാമോ? മർമ്മ ചികിത്സ പൊതുവെ 107 മർമ്മങ്ങളെക്കുറിച്ചാണ് ആയുർവേദത്തിൽ പറയാറുള്ളത്. സപ്തോത്തരം മർമ്മശതം തേഷാം ഏകാദശാതിശേത്, 107 മർമ്മങ്ങളായിട്ട് പറയപ്പെട്ടിരിക്കുന്നു. അത് കൈകളിൽ ആണെങ്കിൽ, കൈകളിലാണെങ്കിൽ 11 വീതം. നവ ഉരസി, 9 എണ്ണം നെഞ്ചിലാണ്, 3 എണ്ണം വയറിലാണ്, പൃഷ്ഠേ ചതുർദശ, മുതുഭാഗത്ത് 14, ഇങ്ങോട്ട് മേപ്പോട്ട് 32, ഇങ്ങനെ ഒരു ഗണനയുണ്ട്. അപ്പോൾ ആ ഗണന അനുസരിച്ച് ഏതാണ്ട് 107 മർമ്മങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആ രീതിയിൽ അതിനുള്ള ചികിത്സ. ഈ മർമ്മത്തെ തന്നെ പലതുണ്ട്. കാലാന്തര പ്രാണഹരം, അവിടെ ഏറ്റു കഴിഞ്ഞാൽ ഇപ്പം മരിക്കത്തില്ല, കുറെ കാലത്തിന് ശേഷമേ മരിക്കത്തുള്ളൂ. അവിടെ അടിയോ തട്ടോ മുട്ടോ കിട്ടിയാലും അവിടെ ചില രോഗങ്ങൾ ഉണ്ടായാലും ഉണ്ടാവും. അടിക്കുക മാത്രമല്ല, പിന്നെ വേണ്ട സദ്യപ്രാണാഹാരം, അവിടെ എന്തെങ്കിലും ആഘാതമോ എന്തെങ്കിലും വീഴ്ചയോ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചു പോവാം. പിന്നെ വേറൊന്നുണ്ട് രുചാകരം, മരിക്കത്തൊന്നുമില്ല പക്ഷെ പെയിൻഫുൾ ആയിരിക്കും, വേദന, പെയിൻ ഉണ്ടാവും. പിന്നെ വേറെ വൈകല്യകരം, കൈ കോടിപ്പോവുക, കാല് നടക്കുമ്പോൾ ഒരു ചെറിയ മുടന്നുണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതാണ് വൈകല്യകരം എന്ന് പറയും. പിന്നെ വേറൊന്നുണ്ട് വൈശദ്യകരം, ചില എന്തെങ്കിലും മുറിവുണ്ടായിട്ട് അവിടെ എന്തെങ്കിലും ആയുധമോ എന്തെങ്കിലും കയറി ആ മർമ്മസ്ഥാനത്ത് കയറിയിരുന്നാൽ മരണം ഉണ്ടാവും. അങ്ങനെ പൊതുവെ 5ആയിട്ട് തിരിക്കാറുണ്ട്. പിന്നെ അതിനെ അസ്ഥിമർമ്മ, സ്നായുമർമ്മ, സന്ധിമർമ്മ, മാംസമർമ്മ എന്നിങ്ങനെ അങ്ങനെയും തിരിക്കുന്നുണ്ട്. ഇത് തമിഴ് ശാസ്ത്രത്തിൽ കുറച്ചുകൂടെ വ്യത്യാസം വേണം. 108 മർമ്മങ്ങളായിട്ട് പറയുന്നു. 96 തൊടുമർമ്മങ്ങളും 12 പടുമർമ്മങ്ങളും എന്ന് പറയും. പടു എന്ന് വെച്ചാൽ ആ സ്ഥാനത്ത് ആഘാതമേറ്റാൽ മരണം ഉണ്ടാക്കാം, പെട്ടെന്ന് മരണം ഉണ്ടാവും. പിന്നെ തൊടുമർമ്മം 96 എന്ന് പറയും. അത് അവിടെ പെട്ടെന്ന് മരണം ഉണ്ടാവത്തില്ല. അത് വൈകല്യകരം, ഉദാഹരണം കണ്ണുന്തി, ചെറികോടൻ, ശ്വാസമടപ്പൻ, ഇങ്ങനെയൊക്കെയുള്ള മരം, അട്ടയുരുട്ടി, വൈകല്യത്തെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് പെട്ടെന്ന് മരണത്തെ ഉണ്ടാവത്തില്ല, കുറച്ച് കഴിഞ്ഞ ശേഷം അയാളുടെ ജീവനെ നശിപ്പിക്കുന്നതാണ്. മർമ്മ എന്ന വാക്ക് തന്നെ മൃങ് പ്രാണത്യാഗേ, ജീവൻ വിട്ടുപോകും, അവിടെ ചില ഭാഗത്ത് ആഘാതമേറ്റു കഴിഞ്ഞാൽ. അതാണ് മർമ്മശത്തിന് അർത്ഥത്തെക്കുറിച്ച്, അങ്ങനെ ഡെഫിനേഷനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ സ്ഥാനങ്ങളിൽ ചില സമയത്ത് നമ്മൾ ആഘാതം ഒന്നും ഏൽക്കാതിരിക്കുക. മനഃപൂർവ്വം ചെയ്യുന്നല്ലേ, പോലും ചിലപ്പോൾ ഒന്ന് വീണാലും മതി, എന്തേലും കല്ല് വന്ന് വീണു, എന്തേലും ഒന്ന് അറിയാം, മുകളിൽ ഒരു സാധനം വീണാലും അത് മർമ്മസ്ഥാനത്താണെങ്കിൽ ഏത് ഭാഗത്താണ് തട്ടുന്നതാണ് അല്ലേ? അതെ അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് രോഗങ്ങളുണ്ടാവും. ഇപ്പോൾ അറിയുന്ന ചിലപ്പോൾ ആരെങ്കിലും ഇടിക്കുമ്പോഴോ കുസ്തി പിടിക്കുമ്പോൾ കൈ ആ ഭാഗത്ത് കൊണ്ടാലും അത് ഫുള്ളായിട്ട് ഇങ്ങനെ വന്നാൽ കുഴപ്പമില്ല. ആ ഒരു മർമ്മഭാഗത്ത് തന്നെ വിരളെ മനഃപൂർവ്വം ചെയ്താലോ കമ്പ് കൊണ്ട് കുത്തിയാലോ ഒക്കെ ആയാലും മതി. ഇപ്പോൾ കൊട്ടുകോൽ എന്നുള്ള ഒക്കെ ഉണ്ട്, കളരി ഉപയോഗിക്കുന്ന, അത് ചൊട്ടച്ചാണെന്ന് പറയും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ പ്രയോഗിച്ചാൽ ആൾക്ക് പെട്ടെന്ന് മരണം ഉണ്ടാക്കാം, കളരി ഉപയോഗിക്കുന്ന. അപ്പോൾ വടക്കൻ കളരിയൊക്കെ അത് ഉപയോഗിക്കാറുള്ളതാണ്. കൊട്ടുകോൽ മഹാസാരം കാട്ടൽ അന്യർക്ക് അനർത്ഥമാം, ആവശ്യമില്ലാത്ത ആൾക്കാരെ കാണിച്ചു കൊടുക്കരുത്, അത് വളരെ അനർത്ഥമായി തീരും. അവരവിടെയൊക്കെ പിടിച്ച് ഞെക്കിയാൽ ആളുകൾക്ക് അപായം ഉണ്ടാവാം എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാവരെയും പഠിപ്പിക്കരുത് എന്നൊക്കെ ശാസ്ത്രത്തിൽ ആചാര്യന്മാർ പറയാറുള്ളത്. അപ്പോൾ ഇത് അറിയുന്ന ആൾക്കാരുണ്ട്, അറിയുന്ന കാര്യം ചെയ്യില്ല. എന്നുവെച്ചാൽ എൻ്റെ ഒരു മർമ്മസ്ഥാനത്ത് വേദന ഏറ്റു കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന അതേ വേദന തന്നെയാണ് അയാൾക്കും എന്നറിയും. പിന്നെ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. അതെ അതെ അതെ, തീർച്ചയായും. കളരി പോലുള്ള ശാസ്ത്രങ്ങൾ ആരെയും അടിക്കാൻ വേണ്ടിയല്ല, ആരെയും അടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കാര്യം അവൻ അടിയേറ്റാൽ ഉണ്ടാകുന്ന അതേ വേദന എൻ്റെ ദേഹത്ത് ഉണ്ടാവും തിരിച്ചറിഞ്ഞാൽ അവൻ പിന്നെ അടിക്കത്തില്ല. അതെ അതെ അതെ, ആ ഒരു അവസ്ഥ. അതിനുവേണ്ടിയാണ് ഈ പറയും ഫ്രം വയലൻസ് ടു നോൺ വയലൻസ് എന്ന് പറയും.
ആ ഒരു അവസ്ഥയിൽ നിന്ന് നോൺ വയലൻസിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ശാസ്ത്രം പഠിക്കുന്നത്. കളരിയെക്കുറിച്ച് പറയും, കളകളെ അരിയുന്ന ഇടമാണ് കളരി എന്നൊക്കെ പറയും. അങ്ങനെയും ഒരു ഖലൂരിക എന്നുള്ളത് വന്നൊക്കെ മറ്റു വാക്കുകളുണ്ട്. പൊതുവെ കൊളോക്കിയലി പറഞ്ഞു വരാണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പഠിക്കേണ്ട ഒരു ശാസ്ത്രമാണ് കളരി എന്ന് പറയാറുണ്ട്. അത് തെക്കനുണ്ട്, വടക്കനുണ്ട്, മധ്യകേരളമുണ്ട്, ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കളരിയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ സാർ. അതേപോലെ യോഗ തെറാപ്പിയും സാർ ചെയ്യുന്നുണ്ടല്ലോ. യോഗ, മെഡിറ്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇത്രയും നമ്മുടെ ഈ ഹെക്റ്റിക് ആയിട്ടുള്ള ഡേയ്സിൽ അല്ലെങ്കിൽ ബിസി സ്കെഡ്യൂൾസിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ് ശരിക്കും യോഗ, ബ്രീത്തിങ് എക്സസൈസ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് സാറ് എന്താണ് സാറിന് പറയാനുള്ളത്? യോഗ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ മറ്റൊരു എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇപ്പം കൂടെ പറയുകയാണെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് ഒരുപാടുണ്ടാവും. നെഗറ്റീവ് തോട്ട്സ് വളരെയധികം കുറയും. പിന്നെ വരുന്ന നെഗറ്റീവ് തോട്ടുള്ള ആൾക്കാർ നമ്മളുടെ അടുത്ത് വന്ന് അധികം നേരം ഇരിക്കത്തില്ല. ഇരുന്നാൽ തന്നെ അവർ തന്നെ എത്ര നെഗറ്റീവ് ആക്കാൻ നോക്കിയാൽ നമ്മളെ ഒഴിവാക്കിയിട്ട് പോകും. ആ ഒരു പോസിറ്റിവിറ്റി ത്രോട്ട് റിമെയിൻ ചെയ്ത് നിൽക്കും. നമ്മളുടെ അടുത്ത് അതെ നമ്മളെ അവരത്ര പിടിച്ച് താത്താൻ പറ്റത്തില്ല, അങ്ങനെ കയറാൻ പറ്റും. പിന്നെ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. പിന്നെ ബോഡി ഫിറ്റ് ആയിരിക്കും, ഒരുപാട് രോഗം വരാതിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഈ സൂര്യ നമസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതല്ലേ? നമസ്കാരം വളരെ നല്ലതാണ്. അത് പതിവായിട്ട് ചെയ്യുന്നതാണ് നല്ലതാണ്. 12 സ്റ്റെപ്സ് ഉണ്ട്. ആ 12 സ്റ്റെപ്സ് കൃത്യമായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. അത് ഏത് പ്രായക്കാർക്കും തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 10-12 ശേഷം ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് ശാസ്ത്രം പറയാറുണ്ട്. അതിന് മുമ്പ് ചെയ്യാതിരിക്കാന്ന് പറയും. ഓക്കെ സർ. അതേപോലെ സാറിൻ്റെ ലൈക്ക് കൺസൾട്ടേഷൻ ടൈമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? അതേപോലെ ഒരു ദിവസം എത്ര പേഷ്യൻസിനെയാണ് സാർ കൺസൾട്ട് ചെയ്യുന്നത്? എൻ്റെ കൺസൾട്ടേഷൻ ടൈം രാവിലെ 9 തൊട്ട് ഇപ്പോൾ നേരത്തെ 3:30 വരെ ആയിരുന്നു. ഇപ്പോൾ അത് ഫോളോ അപ്സ് ഒക്കെ വന്നുകൊണ്ട് ചിലപ്പോൾ ഒരു 8 മണി വരെയൊക്കെ ആവാറുണ്ട്. എങ്കിലും ഒരു ദിവസം ഒരു 5 പുതിയ പേഷ്യൻസിനെയും 5 ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാറുള്ളൂ. ടോട്ടൽ 10 പേര്. കാരണം എന്ന് വെച്ചാൽ ഒരു രോഗിയെ നമ്മൾ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ, രോഗത്തിന്റെ കോസ് എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോൾ, കാര്യം പ്രധാനമായിട്ടും വരുന്ന വെള്ളപ്പാണ്ട് രോഗിയായതുകൊണ്ട് ഈ വെള്ളപ്പാണ്ട് രോഗം ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ അയാളുടെ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് നേരം ഇരിക്കേണ്ടി വരും. നമ്മൾ അവരുമായിട്ട് ഒരുപാട് നേരം കുറച്ച് നേരം ഇന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും എന്താണ് ഇതിന്റെ കോസ് എന്ന് മനസ്സിലാകുക. ഈ നിദാനം അറിഞ്ഞിട്ട് വേണം, നിദാനം വെച്ചാൽ കോസ്, അതറിഞ്ഞിട്ട് വേണം അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. എന്താണ് കാരണം, എന്ത് കഴിച്ചിട്ട് അയാൾ എങ്ങനെ ചെയ്തിട്ടാണ് ഈ രോഗം ഉണ്ടായതെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു മരുന്ന് കൊടുക്കാൻ ആയുർവേദം പറയുന്നില്ല. നിദാനമാദവും അവഗച്ഛേത്, ആദ്യം നമുക്ക് എന്താണ് കാരണം തിരിച്ചറിയാം. തതോ ഔഷധം, തതോനന്തരം ഔഷധം, അതിനുശേഷമാണ് ചികിത്സ ചെയ്യേണ്ടത്. അപ്പോൾ ഒരാൾക്ക് രോഗം ഉണ്ടാകുന്നതിൻ്റെ കാരണം ചിലപ്പോൾ അയാൾക്കും അറിയത്തുണ്ടാവില്ല. അപ്പം നമ്മൾ അയാൾ പറയുന്ന കേട്ട് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയും. അയാൾ പറയുന്നതിൽ നമ്മൾ ഒന്ന് ഇടയ്ക്കൂടെ നമുക്ക് ചിന്തിച്ചാലേ പലപ്പോഴും എന്താണ് കാരണം എന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ ചിന്തിച്ചു പോയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇയാൾക്ക് ഇന്നതുകൊണ്ടാണ് രോഗം മനസ്സിലാക്കിയിട്ട് നമ്മൾ ആദ്യം ചിലപ്പോൾ ഈ ഉപചയം എന്താ പറയുക, ഇത് ടെസ്റ്റ് ഡോസ് എന്നല്ലേ ആദ്യം കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അതാണോ ഇതാണോ എന്ന് നോക്കും. ഉപശയം അനുപശയം എന്ന് പറയും. അപ്പോൾ ഈ കൊടുക്കുന്ന ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ട് അയാൾ കുറയുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നമ്മളുടെ നിഗമനം കറക്റ്റായിരുന്നു. അതല്ലെങ്കിൽ അതല്ല, മാറി ചിന്തിക്കണം. അതുകൊണ്ട് ഇന്ന് ഒരുപാട് കാരണങ്ങൾ വരത്തില്ല. ഒന്നെങ്കിൽ അതല്ല ഇന്നത് കൊണ്ട്, ഇങ്ങനെ രണ്ടെണ്ണേ പറ്റുള്ളൂ. ഒരു 100,000 കാരണം വരത്തില്ല. ഒന്നെങ്കിൽ ഇതുകൊണ്ടായിരിക്കും, അല്ലെ അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരു നമ്മളെ ചിന്തയിലെത്തും. അപ്പം അങ്ങനെ ഉപശയം അനുപശയം എന്ന് നോക്കിയിട്ട് പല കാര്യങ്ങൾ ചിന്തിക്കണം. പലപ്പോഴും ഇതിനൊക്കെ കൊടുത്തു വരുമ്പോൾ പുതിയ രോഗിയാണെങ്കിൽ വരുമ്പോൾ പലപ്പോഴും 1 മണിക്കൂറോ 1.25 മണിക്കൂർ വരെ ആവാറുണ്ട് കാര്യങ്ങൾ പറയുമ്പോഴേ. അവർക്കിത് എന്താ കാരണമെന്ന് അവർ പറയത്തില്ല. അവർ കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറയുന്നു. നമ്മൾ പലതും ചോദിക്കുന്നു, അവർ പിന്നെയും പറയുന്നു. നമ്മൾ ചോദിക്കുന്നതിന് മറുപടി ആവില്ല അവർ പറയുന്നത്. എങ്കിലും നമ്മളതിനെ ഈ വാക്കുകൾക്കിടയിൽ നിന്ന് വായിച്ചെടുത്തിട്ട് വേണം ഇന്നതാവും കോസ് നമ്മൾ നിരൂപിച്ചിട്ട് റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും 10 രോഗികളെ കൊണ്ട് പറ്റില്ല. അതെ അതെ. ഒരാളുടെ പ്രശ്നങ്ങൾ തന്നെ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ കുറെ ടൈം പോവും അല്ലെ? ഒരു മാക്സിമം ഒരു 10 പേരെയാണ് ഒരു ദിവസം കൺസൾട്ട് ചെയ്യുന്നത് അല്ലേ? അയാൾ പറയുമ്പോൾ അയാളുടെ ഒരുപാട് അവസ്ഥ, കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ മുഴുവൻ കേട്ടിട്ട് വേണം എന്താവും കാരണം നമുക്ക് മനസ്സിലാക്കാൻ. അത് കേട്ട് വരുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ തികഞ്ഞെന്ന് വരില്ല, അതിന് മുകളിലും വേണ്ടി വരും. അതുകൊണ്ടാണ് 10 പേരെ എടുക്കുന്നത്. 5 പേര് പുതിയ ആൾക്കാരും 5 പേര് ഫോളോ അപ്പും ആയിരിക്കും. അപ്പോൾ
ഫോളോ അപ്സ് വരുന്ന ആൾക്കാർക്ക് മിക്കവാറും ചിലപ്പോൾ അരമണിക്കൂർ ഉണ്ടാവും, ചിലപ്പോൾ അവർക്കും 3/4 മണിക്കൂർ കാര്യങ്ങളുണ്ടാവും പറയാൻ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് അത് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് 10 മണിക്കൂറൊക്കെ കൂടുതൽ ഒരാൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. സർ, അതേപോലെ ഇപ്പോൾ നമ്മുടെ ആയുർവേദിക് എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് പുതിയതായിട്ട് കൊണ്ടുവരണം എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നോ സാറിന് അഭിപ്രായമുണ്ടോ? ഇത് ഞാൻ ഈ പറയുന്ന അഭിപ്രായം എൻ്റെത് മാത്രമല്ല, മറ്റു പല ആചാര്യന്മാരും ഇത് പറയാറുള്ളതാണ്. കാര്യം ആയുർവേദം എന്നൊരു ശാസ്ത്രം എഴുതപ്പെട്ടിരിക്കുന്നത് അത് അതിൻ്റെ ഭാഷയിലൂടെ പഠിക്കാൻ ശ്രമിക്കുക. ആയുർവേദം സംസ്കൃത ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സംസ്കൃത ഭാഷ ഒരുവിധം നന്നായി പഠിക്കുക, അതിനുശേഷം ആ ശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കൂടെ അതിൻ്റെ സോൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കും, നമുക്കൊരു ഇഷ്ടം വരും. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് സംസാരിക്കണം എങ്കിൽ അതിൻ്റെ അക്ഷരമാല മാത്രം, ആൽഫബറ്റ്സ് മാത്രം പഠിച്ചുകൊണ്ടോ ചില വാക്കുകൾ പഠിച്ചുകൊണ്ടോ ആ ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റില്ല. വായിച്ചാലും കഷ്ടപ്പെട്ട് ചിലപ്പോൾ കാണാൻ പിടിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് കുറച്ച് മനസ്സിലാക്കാം, അങ്ങനെ ആവുള്ളൂ. ഇപ്പോൾ ഉറുദു അറബി പഠിക്കാത്ത ഒരാൾ ഖുറാനിൽ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെ തന്നെയാണ് എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ പറയുമായിരുന്നേ, സംസ്കൃതം എന്നുള്ള ഭാഷ നന്നായി കഴിവതും പഠിക്കാൻ ശ്രമിക്കുക. പഴയ കാലഘട്ടങ്ങളിൽ ഒരു 10 വർഷമെങ്കിലും സംസ്കൃതം പഠിച്ച ആൾക്കാരായിരുന്നു വൈദ്യം പഠിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് ഇതിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുതിയതും കാണണം, ഇത് വായിച്ചാൽ മനസ്സിലാകുക. നമ്മൾ പത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവാറുണ്ടല്ലോ നമ്മുടെ ഭാഷയിൽ. അതുപോലെ ആ ഗ്രന്ഥം എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. അതാണ് അതിന്റെ ഭാഷയിലൂടെ പഠിച്ചിട്ട് നോക്കുക. ഈ തമിഴിലെ ചില ആചാര്യം ഒരു ശ്ലോകം ഞാൻ മറന്നുപോയി. അതായത് ആയുർവേദം ഒരു വലിയ പക്ഷിയെ പോലെയാണ്. അതിന് 2 വിങ്സ് ഉണ്ട്, ഒന്ന് സംസ്കൃത ഭാഷയും 2 തമിഴ് ഭാഷയും. ഈ 2 വിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പറക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അയാൾ വളരെ ഫേമസ് ആയ വൈദ്യനായിരിക്കാം, പക്ഷേ അങ്ങനെ അധികം ആൾക്കാർ ആൽബട്രോസിനെ പോലെ ആവണമെങ്കിൽ ഇയാൾക്ക് 2 നല്ല സുശക്തമായ 2 വിങ്സ് വേണം. അപ്പോൾ പൊതുവെ പറയും, ഒന്ന് ദക്ഷിണേന്ത്യൻ്റെ ഉള്ളതാണ് ദ്രാവിഡ വൈദ്യം, ആയുർവേദത്തിൻ്റെ ഉള്ള സംസ്കൃത ഭാഷ, അത് നോർത്ത് ഇന്ത്യ തൊട്ട് ഇവിടം വരെ വ്യാപിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ഈ 2 വിങ്സും സുശക്തമാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബോഡി ആയിട്ടുള്ള ആയുർവേദത്തെ നമുക്ക് ശരിക്കും പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബേസിക്കലി പഠിക്കേണ്ട ഈ അതിൻ്റെതായ ഭാഷയിലൂടെ അതിനെ അറിയുക. അപ്പോഴാണ് അതിനെ കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആചാര്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണമെങ്കിൽ അതിന് നേരിട്ട് മനസ്സിലാക്കുക, കിട്ടത്തില്ല. ഇതാണ് പല ആചാര്യന്മാരും എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരൊക്കെ പറയാറുള്ളത്. അത് ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്, ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ സർ, ഗ്രേറ്റ്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് കിട്ടി, ഒരുപാട് അറിവ് കിട്ടി സാർ. ആയുർവേദത്തിൻ്റെ ഒരു എൻറ്റയർ സർക്കിൾ തന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ യുവർ ഇൻഫോർമേറ്റീവ് വേർഡ് സാർ. താങ്ക് യു ഫോർ കമ്മിങ് ടു അവർ ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.